പകൽ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂമിൽ കൂടി ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകുന്ന ഈ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, സിസ്റ്റർ സുജാത ബോബൻ എഴുതിയ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നൽകുന്ന കൃപയ്ക്ക് സ്തോത്രം. പാസ്റ്റർ കെ സി ജോൺ പാസ്റ്ററിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഈ പകൽ സമയം തന്റെ ദാസനെ ശക്തമായി ദൈവം ഉപയോഗിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെ PR ബേബി പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. TJ ജേക്കബ് പാസ്റ്ററിനായി, KS ജേക്കബ് പാസ്റ്ററിനായി, തോമസ് പാസ്റ്ററിനായി, മറ്റ് അതിഥികളായി കടന്നു വന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, മറ്റാരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നു അവരെല്ലാം ഏൽപ്പിക്കുന്നു. ഇപ്പോൾ മുതൽ തുടർന്ന് നടക്കുന്ന മീറ്റിംഗ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കണേ. ഇത് കർത്താവെ, പ്രിയ ഷിബു മുള്ളങ്കാട്ടിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലെ പ്രിയ കൊച്ചുമോനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ നാമ മഹത്വത്തിനാക്കി ഈ പുസ്തകത്തെ ആക്കി തീർക്കണമേ. കർത്താവെ, ഈ ദൈവനാമത്തിനു വേണ്ടി അല്ലെങ്കിൽ തന്റെ മകള് അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ലോകപരമായ അവസ്ഥയിൽ ഉന്നതമായ നിലവാരത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്ക് സ്തോത്രം. കർത്താവിനെ അനേക ഭാഗങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ഉയർത്തിക്കാട്ടുവാൻ അനേക മേഖലകളിൽ സഞ്ചരിച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാനൊക്കെ പ്രിയ ദാസിക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ ബോവച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ സഹായിക്കണമേ. ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ പ്രകാശനം ചെയ്യുന്ന പുസ്തകം അല്ലെങ്കിൽ കർത്താവെ, അനേകര് വായിച്ച് അനേകര് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ ഒരു മുഖാന്തരമാകണം. അതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ഈ മീറ്റിങ്ങിനെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ കേട്ടുത്തരം മല്ലുമാറാകണമേ. ആമീൻ. Thank you, Pastor PM Samuel. Next program, song by Lorena, Marcus, Rebecca and Joshua from Manila, Philippines. They are the grandchildren of Sister Sujata Bob. Over to Lorena, Marcus, Rebecca and Joshua.
Thank you, Salamat, Lorena, Marcus, Rebecca, and Joshua from Manila. That was an amazing song. God bless you all. വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവർക്കും
സ്നേഹവന്ദനം അറിയിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ കർമ്മനിരതനായ വ്യക്തിത്വം, LDF കൺവീനർ, പാർലമെന്റ് അംഗം തുടങ്ങിയ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ അതുല്യ പ്രതിഭ സഖാവ് MM ലോറൻസ്. താൻ വിശ്വസിച്ച പാർട്ടിക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച, ഒളിവിൽ താമസിച്ച, പോലീസ് മർദ്ദനമേറ്റ, ജയിലിൽ കിടന്ന ഈ രാഷ്ട്രീയ പോരാളി ഇന്ന് 91 വയസ്സിലും കർമ്മനിരതനാണ്. യുക്തിവാദിയും നിരീശ്വരവാദിയുമായ സഖാവ് MM ലോറൻസിന്റെ മകൾ സുജാത മാടമാക്കൽ ലോറൻസിന്റെ ജീവിതം മാറ്റിമറിച്ച അനുഭവകഥ പറയുന്ന പുസ്തകമാണ് എന്റെ അമ്മ എവിടെ. 2019 ജൂൺ 25 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുവാനും പുസ്തകം പരിചയപ്പെടുത്തുവാനും IPC ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ UAE ചാപ്റ്റർ ജോയിന്റ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കൊച്ചുമോൻ ആന്താര്യത്തിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചൈനയിലെ വുഹാൻ എന്ന ചെറു പട്ടണത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടെന്ന് പറയുന്ന കൊറോണ എന്ന കുഞ്ഞം വൈറസ് ലോക രാഷ്ട്രത്തിന്റെ ആരോഗ്യ സാമ്പത്തിക അടിത്തറ ഇളക്കി മറിച്ചു. അതെ, ഇത് കൊറോണ കാലം. നാം ശീലിച്ചു വന്ന, കണ്ടുവന്ന ജീവിത രീതികൾക്കും സമ്പ്രദായങ്ങൾക്കും എല്ലാം വ്യത്യാസമായി. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഈ ഓൺലൈനിൽ കൂടെ ഈ ബുക്ക് റിലീസ് ചെയ്യുന്നത്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാനീയരായ ശ്രേഷ്ഠ ദൈവദാസന്മാരായ പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ PR ബേബി, പാസ്റ്റർ K തോമസ്, മറ്റ് ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ഈ ഓൺലൈനിൽ കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് എന്നെ ശ്രവിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനം. പ്രാരംഭമായി ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ, ഒപ്പം പുസ്തക രചയിതാവിനെയും. എറണാകുളം ജില്ലയിൽ മുൻ LDF കൺവീനറും മുൻ പാർലമെന്റ് അംഗമായ ശ്രീ MM ലോറൻസിന്റെയും ബേബി ലോറൻസിന്റെയും 4 മക്കളിൽ 2ാമത്തെ മകളായി ജന്മം സുജാത ബോവൻ. നാട്ടിൽ തന്നെ വിദ്യാഭ്യാസവും എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം ബ്രദർ ബോബൻ വർഗീസുമായുള്ള വിവാഹം. ശേഷം ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികമായി പ്രവാസ ജീവിതം. ദൈവം ഇവർക്ക് 3 മക്കളെ ദാനമായി കൊടുത്തിട്ടുണ്ട്. ജോൺ കുടുംബമായി ഫിലിപ്പീൻസിൽ, ലോറൻസ് കുടുംബമായി കാലിഫോർണിയ US-ൽ, തോമസ് സിഡ്നി ഓസ്ട്രേലിയയിൽ. കുടുംബമായി ഇവരെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് 2019 ഓഗസ്റ്റില് ഫെയ്ത്ത് സിറ്റി ചർച്ച് വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇത് പരിഷ്കരിച്ച പതിപ്പ് പാസ്റ്റർ PR ബേബിയുടെ അവതാരികയും പാസ്റ്റർ K തോമസിന്റെ ഗന്ധാസ്വാദനവും ബദർ കൊച്ചുമോൻ ആധാരത്തിന്റെ പുസ്തക നിരൂപണത്തോടും കൂടെ പുറത്തിറങ്ങുന്ന ഈ പുസ്തകം എന്റെ അമ്മ എവിടെയെന്നുള്ള സുജാത ബോബന്റെ പുസ്തകത്തില് 126 പേജുകളായി 9 അധ്യായങ്ങൾ കൂടെ ഓരോ അധ്യായത്തിനും അനുയോജ്യമായ ചിത്രങ്ങൾ സഹിതം പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, കെട്ടിലും മട്ടിലും വ്യത്യസ്തതയോടെ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാവുന്ന രീതിയിലാണ് ഈ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിരീശ്വരവാദവും മാനസിക രോഗവും പൈശാചിക ബന്ധനവും അതിന്റെ തിക്ത അനുഭവങ്ങളും ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്നതും അതും ഗ്രന്ഥകാരി തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൂടെ ലളിതമായ ഭാഷയിൽ ഈ പുസ്തകത്തിൽ കൂടെ വിവരിക്കുന്നു. ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് ഈ പുസ്തകം വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. അതിന് 2 പക്ഷമില്ല. ഈ പുസ്തകം ഒരു പിതാവിന് മകൾ കൊടുക്കുന്ന സ്നേഹ സമ്മാനമാണ്. കൂടുതൽ പുസ്തക വിശദീകരണത്തിലേക്ക് പറഞ്ഞുകൊണ്ട് വായനക്കാരുടെ സസ്പെൻസിനെ ഞാൻ കളയാതെ ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് അധ്യക്ഷത വഹിക്കുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ PR ബേബിയാണ്. പാസ്റ്റർ PR ബേബി പാസ്റ്ററിനെ പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡിഫൻസിലെ ഔദ്യോഗിക ജോലി രാജിവെച്ച്
കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു ചെറിയ കൂട്ടമായി ആരംഭിച്ച ഇന്ന് കേരളത്തിൽ എണ്ണി പറയാത്തക്ക രീതിയിൽ വളർന്ന ഫെയ്ത്ത് സിറ്റി ചർച്ച് എന്ന ചർച്ചിന്റെ അമരക്കാരൻ, അതിന് വില കൊടുത്ത ത്യാഗ സ്നേഹിയ പ്രാർത്ഥനാ നിരനായ മനുഷ്യൻ, ലോക രാഷ്ട്രങ്ങളില് കർത്താവിന്റെ വചനവുമായി കുടുംബമായി ഉപയോഗിക്കുന്ന ഈ കർത്തൃഭൃത്യനെ ഇതിന്റെ അധ്യക്ഷസ്ഥാനത്തിൽ ലഭിച്ചതിൽ വളരെ സന്തോഷം. പ്രിയ സിസ്റ്റർ സുജാത ഭവന്റെ നാട്ടിലെ മാതൃസഭയിലെ ദൈവദാസനും കൂടാണ്. ആ കർത്തദാസനെ വളരെ സന്തോഷത്തോടെ ആദരവോടുകൂടെ തന്നെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ KC ജോൺ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, പരിചയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ലോക മലയാളികൾക്ക് സുപരിചിതൻ, സുവിശേഷ വേദിയിലെ അഗ്നിതാവ്, പവർ വിഷൻ ചാനലിന്റെ ചെയർമാൻ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദേവസഭയുടെ മുൻനിര ശുശ്രൂഷകൻ, മുൻ അമരക്കാരിൽ ഒരാൾ, എഴുത്തുകാരൻ, ഗ്രന്ഥരചയിതാവ്, ബഹുമുഖ പ്രതിഭ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ തിരക്കേറിയ ഈ സമയത്തും ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ നേരത്തെ വന്നതിൽ വളരെ സന്തോഷം. വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ പാസ്റ്റർ ഡോക്ടർ KC ജോൺ പാസ്റ്ററിനെ സന്തോഷത്തോടെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ മുഖ്യ സന്ദേശം നൽകുന്നത് പാസ്റ്റർ KO തോമസ് ആണ്. കർത്താവിന്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ, വേദ പണ്ഡിതൻ, വേദ അധ്യാപകൻ, അനേകം ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ, ലോകരാജ്യങ്ങളില് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യൻ. ആ കർത്തദാസനെ വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ആരംഭിച്ച അപ്കോണിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ PM ഷോമേൽ അവറുകളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ബ്രദർ PC ഗന്നി, UAE അറിയപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, മന്ന ന്യൂസിന്റെ ചീഫ് എഡിറ്റർ, ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ എഴുത്തുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും കൂട്ടായ്മയായ ഗ്ലോബൽ മീഡിയ അസോസിയേഷന്റെ പ്രസിഡന്റ്, അങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയ ബ്രദർ PC ഗന്നിയെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പാസ്റ്റർ തോമസ് മാത്യു, അലൈൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകൻ, പ്രിയ സിസ്റ്റർ സുജാത ഭവന്റെ അലൈൻ ചർച്ചിലെ ശുശ്രൂഷകൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പാസ്റ്റർ മനോജ് എബ്രഹാം ആയിരൂർ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ, അനേക വേദികൾ ബൈബിൾ ക്വിസിന്റെ ഗ്രാൻഡ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന, ബൈബിൾ കോളേജാവനായി പ്രവർത്തിക്കുന്ന, സർവോപരി ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് UK നിന്ന് പങ്കെടുക്കുന്ന പാസ്റ്റർ റോയ് തോമസ്, കാർമേൽ പെന്തക്കോസ്ത് ചർച്ചിന്റെ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന, അനേക നാളുകൾ ദുബൈയിൽ സിസ്റ്റർ സുജാത ഭവനോട് ഒരുമിച്ച് ജോലി ചെയ്ത, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ UK ചെയ്യുന്ന പ്രിയ കർത്തദാസിനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് ബ്രദർ ജോൺ ബോബനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുജാത സിസ്റ്ററിന്റെ മകനാണ്. ഐ വെൽക്കം ബ്രദർ ജോൺ ബോബൻ. അടുത്തതായിട്ട് സിസ്റ്റർ സിസി ജോണിനെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഫെയ്ത്ത് സിറ്റി ചർച്ചിന്റെ ശുശ്രൂഷനായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ ബാബു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ്. കുടുംബമായിട്ട് ഈ കർത്തദാസിയെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നെന്നത് സന്തോഷത്തോടെ പറയട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ സിസി ജോണിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ TT ജേക്കബ്, AG ഫെയ്ത്ത് സെന്റർ ചർച്ച് സിറ്റിയിലെ വൈറ്റില എറണാകുളം ശുശ്രൂഷകൻ, ഈ പുസ്തകം എഴുത്തിൽ വളരെ പ്രോത്സാഹിപ്പിച്ച പ്രിയ കർത്തദാസിനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ വർഗീസ് മാത്യു, ഫെയ്ത്ത് ജനറേഷൻ ചർച്ചിലെ കർത്തദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ, ആ കർത്തദാസിനെയും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. പാസ്റ്റർ TL ഷാജി, ഹോളി സിറ്റി ചർച്ച് എറണാകുളം, പ്രിയ കർത്തദാസൻ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എറണാകുളം ശുശ്രൂഷ ചെയ്യുന്നു. ഈ പുസ്തകത്തിന് പിന്തുണ നൽകിയ പ്രിയ കർത്തദാസിനെയും
ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് പാസ്റ്റർ KS ജേക്കബ് IPC അലയിലെ ദൈവദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അലയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് ഓൺലൈൻ ഗുഡ് ന്യൂസ് മന്ന, ഓട്ടോഡസ്, ആൽഫ ഒമേഗ ഇതിന്റെ പ്രവർത്തകർ ഈ ചാനലിൽ കൂടെ എന്നെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ഓട്ടോഡെസ്കിന്റെ സാരഥിയായിരിക്കുന്ന ബ്രദർ ഫിന്നി ജോൺസൺ ആണ്. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് പ്രിയ സുജാത സിസ്റ്ററിന്റെ കുടുംബത്തെ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ ബോബൻ വർഗീസ്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ മക്കളായ ജോൺ ബോബൻ, ലോറൻസ്, പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ചില ഔദ്യോഗിക കാര്യങ്ങളാൽ അവരുടെ തോമസ് ഓസ്ട്രേലിയയിൽ നിന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടിയ പ്രിയ കുഞ്ഞുങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. I would like to welcome the wonderful kids worshipers from Philippines, grandchildren of Sister Sujata Boban. They sang a good song. We appreciate you. We welcome you. May God bless you. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന യുവയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ബ്രദർ ശുഭു മുള്ളങ്കാടിനെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന, ഇത് വീക്ഷിക്കുന്ന സ്നേഹിതർ, സഹപ്രവർത്തകർ, വിശ്വാസികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ, സഹകരിക്കുന്നവർ, ബന്ധുമിത്രാദികൾ, ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുവാൻ അവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രിയപ്പെട്ട കൊച്ചുമോൻ ആന്താനിയത്ത്. വളരെ തിടുക്കമായാണ് നമ്മുടെ പ്രോഗ്രാമുകൾ പോകുന്നത്. നീണ്ട ഒരു ലിസ്റ്റ് തന്നെ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള പ്രോഗ്രാം ക്രമീകരിക്കേണ്ടത് അവരുടെ സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ദയവായി ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ ഡോക്ടർ KC ജോണിന് ഇന്ന് മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉള്ളത് കൊണ്ട് ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ കർത്തവ്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നിരീശ്വരവാദത്തിന്റെയും പൈശാചിക ബന്ധനത്തിന്റെയും തടവറയിൽ നിന്നും 18 വർഷങ്ങൾക്ക് മുമ്പ് സമാധാനദായകനായ യേശുവിനെ അടുത്തെറിഞ്ഞ സിസ്റ്റർ സുജാത ബോബന്റെ തീവ്രമായ അനുഭവമാണ് എന്റെ അമ്മ എവിടെ എന്ന കൃതി. പാർട്ടി ദൈവമായ ഒരു പിതാവിന്റെ മകൾ സത്യദൈവത്തെ കണ്ടുമുട്ടിയ വഴികൾ. ഈ ഗ്രന്ഥത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. പവർ വിഷൻ TV ചാനലിന്റെ ചെയർമാൻ, IPC മുൻ ജനറൽ പ്രസിഡന്റ്, നിരവധി ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, സർവോപരി നൂറ്റാണ്ടിലേറെയായി മലങ്കരയെ ഇളക്കിമറിച്ച വാഗ്ധോരണയുടെ ഉടമ, സമാനതകളില്ലാത്ത ആത്മീയ നേതാവ്, ക്രൈസ്തവ കൈരളിക്ക് എന്നും അഭിമാനമായ പ്രിയപ്പെട്ട പാസ്റ്റർ ഡോക്ടർ KC ജോണിനെ വളരെ ആദരവോടെ ഈ പുസ്തക പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ അമ്മ എവിടെ എന്ന പേരിൽ സിസ്റ്റർ സുജാത ബോബൻ എഴുതിയ ആത്മകഥാ പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശന വേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. വിശേഷിയ ഇതിന്റെ മാസ്റ്റർ ഓഫ് സെറമണി ആയിരിക്കുന്ന ശുഭു മുള്ളങ്കാട്ടി, അധ്യക്ഷനായിരിക്കുന്ന ഏറെ ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PR ബേബി, ഇവിടെ ഒരു സന്ദേശം അറിയിക്കുന്ന എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള പാസ്റ്റർ K തോമസ്, പാസ്റ്റർ PM സാമുവൽ, കൊച്ചുമോൻ, മറ്റതിൽ പങ്കെടുക്കുന്ന ഏവർക്കും, വിശിഷ്യ ഗ്രന്ഥകർത്താവിനും കുടുംബാംഗങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. 63 മുതൽ 67 വരെ
ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അന്ന് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ വഴിയരികെയുള്ള വലിയ മതിലുകളിലെല്ലാം വലിയ അക്ഷരത്തിൽ കാണുന്ന ഒരു പേരായിരുന്നു സഖാവ് M.M. ലോറൻസ്. ആ പ്രായം മുതല് അദ്ദേഹത്തിന്റെ പേരെനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോഴെല്ലാം അടുപ്പമുള്ള ഒരാളെ കുറിച്ച് വായിക്കുന്ന പോലെയാണ്. 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ഇന്ന് അദ്ദേഹം അല്ല, പിന്നെ തലമുറക്കാരാണ് പാർട്ടി കൈയടക്കിയിരിക്കുന്നതെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസത്തെ കുറിച്ച്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ വിസ്മരിക്കാൻ കഴിയുന്ന ആളല്ല സഖാവ് M.M. ലോറൻസ്. അദ്ദേഹത്തിന്റെ മകൾ രചിച്ചതാണ് ഈ പുസ്തകം എന്നറിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകം താല്പര്യമുണ്ടായി ഇത് വായിക്കുവാൻ. ആ പുസ്തകം ആത്മകഥാ രൂപത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിലും ഒരു തിയോളജിക്കൽ തിസീസ് ആണ് ആ പുസ്തകം. ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിനുള്ള വിടുതലിനെ കുറിച്ച്, പൈശാചിക പോരാട്ടങ്ങളെ കുറിച്ച് എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ വായനക്കാർക്ക് മനസ്സിലാകത്തക്കവണ്ണം പ്രകൃതിയിൽ നിന്നെടുത്ത ഉദാഹരണങ്ങൾ കൊണ്ട്, ഉറുമ്പാണെങ്കിലും കടൽ വെള്ളമാണെങ്കിലും ഒരു മെഷീൻ ഉണ്ടാക്കിയ എഞ്ചിനീയറിനെ മെഷീൻ്റെ അകത്ത് നോക്കിയാൽ കാണുകയില്ല. ഇങ്ങനെയുള്ള യുക്തി വിചാരങ്ങൾ കൊണ്ടും വളരെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു ഈ പുസ്തകം. സുവിശേഷത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് സ്വന്തം അനുഭവത്തിൽ നിന്നും എഴുതിയിരിക്കുകയാണ്. മോശയോട് ദൈവം കൽപ്പിച്ചു, നീ എഴുതുക, ഒരു പുസ്തകത്തിൽ നീ എഴുതുക. ദൈവത്തിന്റെ കൽപ്പനയാണ്. എഴുതുക എന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആളുകൾ ധരിക്കും പ്രസംഗിക്കാൻ പറഞ്ഞേക്കുന്ന, പ്രസംഗിക്കുക എന്താണ് ദൈവത്തിന്റെ കൽപ്പന. പ്രസംഗിക്കാൻ പറഞ്ഞതിനേക്കാൾ മുമ്പേ ദൈവം പറഞ്ഞ എഴുതുവാനാണ്. BC 1500 എബ്രായ ഭാഷയിൽ 5 പുസ്തകങ്ങൾ എഴുതി. BC 1500 യൂറോപ്പിലുള്ള ഭാഷകൾക്കൊന്നും ലിപികളില്ല. ഗ്രീക്ക് ഭാഷയ്ക്കില്ല, ലാറ്റിൻ ഭാഷയ്ക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ലിപികൾ ഉണ്ടായത്. എന്നാൽ എബ്രായ ഭാഷയിൽ അന്ന് ലിപികൾ ഉണ്ടായി. മോശ മിസ്രൈമുള്ള സകല വിദ്യയും ജ്ഞാനവും ദൈവത്തിന്റെ പ്രത്യേക പരിപാലനത്താൽ അഭ്യസിച്ചതുകൊണ്ട് എഴുതുവാൻ കഴിഞ്ഞു. എഴുതുക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അനുസരണമാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ജീവിതത്തിലെ വേദനയുള്ള അനുഭവങ്ങളെ കുറിച്ച്, മുറിവുകളെ കുറിച്ച് പറയുവാൻ ഇഷ്ടപ്പെടത്തില്ല ആളുകൾ. മാനസികമായ അസ്വസ്ഥത, ഭ്രാന്താണെന്ന് പോലും സംശയിക്കത്തക്കവണ്ണം പരമ്പരാഗതമായി ലഭിച്ച ഡിപ്രഷനും അതുപോലെ അസ്വസ്ഥമായ ജീവിതവുമെല്ലാം അനുഭവിച്ച് തന്നെ മറച്ചു വെക്കും. എന്നാൽ ഇവിടെ മറച്ചു വെച്ചിട്ടില്ല, ഒരു ദുരഭിമാനം ഇവിടെ കാണിച്ചിട്ടില്ല. മുറിവുകളെ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവന്റെ മുറിവുകളുടെ പാടുകൾ അവൻ കാണിച്ചു. അവന്റെ കൈകളിലെ ഇരുമ്പാണികൾ അടിച്ചു മുറിച്ച മുറിവുകൾ അവരുടെ മുമ്പിൽ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു മറച്ചു വെക്കലുമില്ലാതെ തുറന്നെഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന നിത്യജീവനെ കുറിച്ചും പുതിയ ജീവിതത്തെക്കുറിച്ചും അത്ഭുതകരമായ രൂപാന്തരത്തെക്കുറിച്ചുമെല്ലാം നല്ല ഒഴുക്കുള്ള ഭാഷാശൈലിയിൽ ചെറിയ ചെറിയ വാചകങ്ങളില് എഴുതി വച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ദൈവത്തിന്റെ പ്രത്യേക കൃപ ഈ കർത്തൃദാസിക്ക് നൽകിയത് കൊണ്ട് എഴുതുവാൻ സാധിച്ചതാണ്. 1 വർഷം കൊണ്ട് 2ാം പതിപ്പിറക്കത്തക്കവണ്ണം
ഈ പുസ്തകം വായനക്കാരുടെ പ്രിയപ്പെട്ട ഒരു ഗ്രന്ഥമായിരിക്കുന്നു. ഈ ഉത്തമകൃതി ഏറ്റവും കൂടുതൽ പ്രചരിക്കട്ടെ ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായി എന്ന് ഇപ്പോൾ കേട്ടു. മനോജ് എബ്രഹാം നൽകിയിരിക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷ, അതും മലയാളം അറിയാൻ കഴിയാത്ത ആളുകൾക്ക് അത് പ്രയോജനമായി തീരട്ടെ. ഒരു വലിയ ശുശ്രൂഷയാണ് സുജാത സിസ്റ്റർ നിറവേറ്റിയിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിന്റെ ഉള്ളറകളെ തുറന്ന് അനുഭവങ്ങളെ എടുത്ത് കാണിച്ച് അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ചെറിയ പ്രായത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും അമ്മയ്ക്കുണ്ടായ അതിഭയങ്കരമായ മാനസിക സ്വാസ്ഥ്യങ്ങളെക്കുറിച്ചും ഒക്കെ തുറന്നെഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഒരു കഥാപുസ്തകം പോലെ പെട്ടെന്ന് വായിക്കാൻ തോന്നും. ജീവിതഗന്ധിയാണ് ഇത്. വളരെ ആളുകൾക്ക് ഉപകാരപ്പെടും. അനേകരെ യേശുക്രിസ്തുവിലേക്ക് നയിക്കും. സുവിശേഷം തന്നെയാണ്. സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി ഈ പുസ്തകം അനേക കുടുംബങ്ങളിലെത്തി അവർക്ക് രൂപാന്തരം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അമ്മയുടെ എന്ന പുസ്തകം എഴുതിയ സുജാത ബോബന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ ചൊരിയട്ടെ. അത്ഭുതകരമായി വീണ്ടും ആ തൂലികയിൽ നിന്ന് കേട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വത്തിനു വേണ്ടി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ അമ്മ എവിടെ എന്ന ഈ ഗ്രന്ഥം, സുജാത ബോബൻ രചിച്ച ഈ ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്തുകൊള്ളുന്നു. ദൈവം ഇതിനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കരങ്ങളടിച്ച് നമുക്ക് ഈ സന്തോഷ നിമിഷത്തിൽ പങ്കുചേരാം. താങ്ക് യു പാസ്റ്റർ ഡോക്ടർ കെ.സി. ജോൺ. പ്രൗഢഗംഭീരമായ ഒരു സന്ദേശവും അതോടൊപ്പം ഈ പ്രകാശനം നിർവഹിച്ചതിൽ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ നന്ദി പങ്കിടുന്നു. ദൈവനാമത്തിനായി തുടർന്നും ശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഈ സമ്മേളനത്തിൽ ധാരാളം പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേക വന്ദനം പറയുന്നു. സിസ്റ്റർ സുജാത ബോബന്റെ സ്നേഹിത അലിയാൻറ്റി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം പകരുന്ന ഒരു നിമിഷമാണ്. ആംഗ്ലോ ഇന്ത്യൻ വംശജയായ അലിയാൻറ്റി 1975 കൊച്ചിയിൽ നിന്നും അബുദാബിയിൽ എത്തിയത്. ബ്രിട്ടീഷ് ബാങ്ക് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അതേ ബാങ്കിലെ ഉദ്യോഗസ്ഥനായ ഒരു എമറാത്തിയെ 1976 വിവാഹം ചെയ്തു. അങ്ങനെ അലിയാൻറ്റിയും എമറാത്തിയായി. 2011 ഫസ്റ്റ് ഗൾഫ് ബാങ്കിൽ നിന്നും വിരമിച്ച അലിയാൻറ്റി ഇപ്പോൾ 8 മക്കളോടൊപ്പം അബുദാബിയിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. വളരെ നന്ദി അലിയാൻറ്റി, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ഔദ്യോഗിക പദവികൾ വിട്ട് യേശുവിന്റെ സാക്ഷിയായി പൂർണ്ണസമയം വിനിയോഗിക്കുന്ന കത്തുദാസൻ, ഫെയ്ത്ത് സിറ്റി ചർച്ച് കൊച്ചിയുടെ സീനിയർ പാസ്റ്ററും സുവിശേഷ പ്രഭാഷകനുമായ ബഹുമാനായ പാസ്റ്റർ PR ബേബിയെ ആമുഖ പ്രസംഗത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. മഹത്വം ഉണ്ടാകട്ടെ. ഇത് സ്തോത്രം. ഇന്ന് അഭൂതപൂർവമായ ഈ ചടങ്ങിൽ പങ്കൊള്ളുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പുസ്തക പ്രകാശനം ഓൺലൈനിൽ കൂടെ ഇന്റർനാഷണൽ അതിഥികളോടൊപ്പം നിർവഹിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമാണ്. മാത്രമല്ല ഇത് 2ാം പതിപ്പാണ്. 1ാം പതിപ്പ് റിലീസ് ചെയ്തത് തീർന്നു. 2ാം പതിപ്പിന് ഇറങ്ങിയപ്പോൾ
ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഇന്ന് അനേക ഗ്രന്ഥങ്ങൾ വിറ്റുചെയ്യാതെ കിടക്കുമ്പോൾ, ചിലവാകാതെ കിടക്കുമ്പോൾ, ഇത് എന്തുകൊണ്ട് ഒരു രണ്ടാം പതിപ്പിന് വേണ്ടി വന്നു? രണ്ടാം പതിപ്പ് വെറുതെ രണ്ടാം പതിപ്പ് വരെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പ്. ഇതിന് ഒരു ചാപ്റ്റർ കൂടെ എഴുതി ചേർത്തുകൊണ്ട് ഈ പുസ്തകം വെളിയിൽ വന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന്റെ ഗ്രന്ഥാരി സുജാത ആത്മീയമായുള്ള ബന്ധം മാത്രമല്ല, ഭൗതികമായിട്ടും ഞാൻ പഠിച്ച അതേ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പാസ്സായത്. ഞാൻ 73 പാസ്സായി. കർത്താൻദാസിൽ 10 വർഷം കൂടെ കഴിഞ്ഞിട്ട് പാസ്സായി. താനിന്ന് ഒരു അതേസമയം ഇത് ആഴമേറിയ ഒരു തിയോളജിക്കൽ ബുക്കുമാണ്. ഇതിനകത്തുള്ള ഓരോ സംഭവങ്ങളും വിവരിച്ചിരിക്കുന്നത് വളരെ ലളിതമായിട്ടാണെങ്കിലും ഇതിൽ ആഴമേറിയ സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. വളരെ മനോഹരമായി ഈ പുസ്തകം രചിക്കുവാൻ കർത്താൻദാസിൽ സഹായിച്ചു. ഞാനിതിന്റെ കയ്യെഴുത്ത് പ്രതികൾ അത് ആദ്യം വായിച്ചു നോക്കിയപ്പോൾ തന്നെ വളരെ സന്തോഷമായി. കാരണം ആർക്കും മനസ്സിലാക്കാൻ വയ്യാത്ത പല സത്യങ്ങളും ഇതിനകത്തുണ്ട്. സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഇത്ര ക്ലീനായിട്ട് റിവീൽ ചെയ്യുന്ന ഒരു ബുക്ക് സാധാരണക്കാരെഴുതാൻ ധൈര്യപ്പെടത്തില്ല. പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും എല്ലാം പല കാര്യങ്ങളും വിവരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും: കർത്താൻദാസിയുടെ ആത്മാർത്ഥത, കഴിവ്, മറ്റുള്ളവരെ എങ്ങനെയും സുവിശേഷം കേൾപ്പിക്കണമെന്നുള്ള ആഗ്രഹം. തീർച്ചയായും ഇതിന്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഈ ഗ്രന്ഥം വായിച്ച് അതിനകത്തോട്ട് പ്രവേശിക്കുവാൻ ആളുകൾക്ക് ഒരു താല്പര്യം വരും. മാത്രമല്ല, വായിക്കാൻ തുടങ്ങിയാൽ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. വായിച്ച് അവസാനിപ്പിക്കും. ഇന്ന് രാഷ്ട്രീയ തലത്തിൽ സുജാതയുടെ ഫാദറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരീശ്വരനാണെങ്കിൽ പോലും ഒരു മനസാക്ഷിയോടെ സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പെന്തക്കോസ്തുകാരനായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പെന്തക്കോസ്തു അനുഭവം, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ താനുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ മക്കളെ വിശ്വാസത്തിലേക്ക് മാറിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴി, ഞാൻ എൻ്റെ വഴി എന്ന് പറഞ്ഞ് അനുവദിച്ചു വിട്ട മഹാമനസ്സ് ഓർക്കുകയാണ്. അദ്ദേഹം LDFന്റെ കൺവീനറാണെന്ന് ഓർക്കണം, നിരീശ്വരവാദിയാണെന്ന് ഓർക്കണം, കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഓർക്കണം. നമ്മളൊന്നും പലരും കമ്മ്യൂണിസ്റ്റ് ഒന്നും ആവേണ്ട, മക്കള് എന്റെ വഴിക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട MM ലോറൻസ് ചേട്ടൻ തന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അതിലേറ്റവും നല്ലതൊന്ന് മകളും തിരഞ്ഞെടുത്തു. സുജാതയുടെ ബ്രദറിനെ എനിക്കറിയാം, അഡ്വക്കേറ്റ് എബി അബ്രഹാം. കർത്താവിന്റെ വചനത്തില് കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. ദൈവത്തിന് വേണ്ടി ഈ അസുഖം വന്ന സമയത്തും നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് പ്രാപ്തി വരുത്തി ദൈവം സഹായിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ മുഖമുദ്രയായി ഈ പുസ്തകം മാറും. കുടുംബത്തെ പരിചയപ്പെടുത്തുക മാത്രമല്ല, യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറും. അതിനേക്കാൾ വലിയൊരു സന്തോഷം, സാധാരണ ദൈവമൊക്കെ മാത്രം വായിക്കും, ബൈബിൾ വായിക്കും, കാര്യങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുമ്പോൾ ഈ പുസ്തകം അനാത്മീയരായ ആൾക്ക്, ആത്മീയരല്ലാത്തവർക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആത്മീയ സത്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന പുസ്തകമാണിത്. നോവല് പോലെ ഇതിനകത്ത് വായിച്ചു പോകുമ്പോൾ ഗ്രഹിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഫേസ്ബുക്ക് ഈ ഗ്രന്ഥരചനയിൽ തന്നെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പബ്ലിഷ് ചെയ്യുന്ന ഈ ദിവസം തന്നെ അനേകായിരം ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുത്തുകയും ഇവൻ നിരീശ്വരന്മാരെ പോലും ദൈവമക്കളാക്കി മാറ്റുവാൻ ഈ പുസ്തകത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്ന. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി പാസ്റ്റർ PR ബേബി, നല്ലൊരു ആമുഖ സന്ദേശം നൽകിയത്. തുടർന്ന് സന്ദേശം നൽകുന്നത് പ്രമുഖ വേദാധ്യാപകനും പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ പാസ്റ്റർ KO തോമസ് അവറുകളാണ്. അദ്ദേഹം സുവിശേഷ പ്രഭാഷണ വേദിയിലും ബൈബിൾ ക്ലാസ് രംഗത്തൊക്കെ ശോഭിക്കുന്ന ഒരു ദൈവദാസനാണ്. ദീർഘമായ സമയം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കഴിവുള്ള ഒരു അഭിഷിക്തനാണ്. പക്ഷെ ഇന്നത്തെ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്റെ വചന ശുശ്രൂഷ, തന്റെ സന്ദേശം ഇവിടെ നടത്തുന്നതാണ്. പ്രിയപ്പെട്ട പാസ്റ്റർ KO തോമസ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ സന്ധ്യയിൽ സൂം വഴി ഈ സംഗമത്തിൽ ഹാജരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃദാസന്മാർക്കും ഈ മീറ്റിംഗ് അധ്യക്ഷം വഹിക്കുന്ന കർത്താവിദാസൻ ഷിബു മുളങ്കാട്ടിൽ, അതുപോലെ തന്നെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ലോകമറിയുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോക ചരിത്രത്തിൻ്റെ 20-21 നൂറ്റാണ്ടിലെ സ്പർജനായ പാസ്റ്റർ KC ജോൺ എൻ്റെ ഉച്ച സ്നേഹിതനാണ്. ഈ മീറ്റിങ്ങിൽ ബുക്ക് പ്രകാശനം ചെയ്യാൻ വന്നതിലും വളരെ സ്നേഹമുള്ള കർത്തൃദാസനാണ് പാസ്റ്റർ PR ബേബി. അദ്ദേഹവും പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അധിക പ്രസംഗം ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. സുജാത ഫാമിലിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അലൈനിൽ വെച്ചാണ്. പല പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ ഭക്ഷണം കഴിക്കാനിടയായിട്ടുണ്ട്. വളരെ അടുത്ത സ്നേഹമാണ്. സുജാത നാട്ടിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന MM ലോറൻസ് സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ അല്പനേരം ചെലവഴിച്ചു. നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം സുജാതയാണ് ഒരുക്കിയത്. അത് ഞാൻ ഓർക്കുന്നു. എല്ലാം അനുഗ്രഹമായി നടക്കട്ടെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് ഈ പുസ്തകം അതെ 2ാമത്തെ പതിപ്പാണല്ലോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അറിവ് ശരിയായിരിക്കണമെന്നില്ല, വലിയ എഴുത്തുകാരൊക്കെ ഇതിനകത്തുണ്ട്, അവർ ബാക്കി പറയട്ടെ. 22,96,116 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അതിൽ 117ാമത്തെ പുസ്തകം, 22,98,117ാമത്തെ പുസ്തകമായിട്ടാണ് ഇന്ന് അത് പ്രകാശനം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ, ബാക്കി ഗ്ലെന്നി മുതലായവരെ ഉണ്ടല്ലോ, ഷിബു മുളങ്കാട്ടിലുണ്ട്, അവരൊക്കെ പറയട്ടെ, അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്ത കർത്താവിന്റെ ദാസനൊക്കെ ഇതിന്റെ വലിയ വമ്പന്മാരാണ്. ഞാൻ അവരുടെ കയ്യിലേക്ക് ആ കാര്യത്തിന് ഇട്ടുകൊടുത്തിട്ട് തിരുവഴുത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വാക്ക് നിർത്താം. എഴുത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ മണിക്കൂറുകൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. സുജാതയുടെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ചേതോ വികാരം മുഴുവൻ ഇവിടെയാണ് പറയേണ്ടത്. അയാളുടെ വേദിയാണ്. പക്ഷേ സമയം സന്ദർഭവും ഞാൻ നോക്കണമല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ വേദിയും ഞാൻ തൽക്കാലത്തേക്ക് വിടുകയാണ്. വളരെ ലളിതമായ KP കേശവമേനോൻ എഴുതിയ ലളിത ഗ്രന്ഥങ്ങൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം ലളിത സാഹിത്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ആ വലിയ വമ്പന്മാരുടെ നിരയിൽ, ഉന്നത ശീർഷയുടെ നിരയിൽ സുജാതയും കൊണ്ടിരുത്താൻ നമ്മുടെ ദൈവത്തിന് പ്രസാദം തോന്നിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ ലളിത സാഹിത്യം ആണ് കണ്ടത്. ഞാൻ ചിന്തിച്ചു പോയി. SK പൊറ്റക്കാടിന്റെ പുസ്തകം മിക്കവാറൊക്കെ ഞാൻ വായിച്ചു. ആ യാത്രാ വിവരണത്തിൽ നമ്മൾ ഒപ്പം പോകും പൊറ്റക്കാടിന്റെ ഒപ്പം. അതുപോലെ ഒരു ബുക്കാണ് ക്രുമാർക്കയുടെ ബുക്ക്. ക്രുമാർക്കനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. സഫറിംഗ് സേവിയർ എന്ന പുസ്തകം. അതിൽ നിന്നാണ് കുര്യൻ സാറ് 44 അധ്യായമുള്ള നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവ സ്മരണകൾ എന്ന ഗ്രന്ഥം എഴുതിയത്. ഞാൻ ആ പുസ്തകത്തെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. തൽക്കാലം ഞാൻ തിരിച്ചു വരികയാണ്. അതേപോലെ നമ്മളെ സൂര്യന്റെ പിന്നാലെ ചന്ദ്രന്റെ പിന്നാലെ ഒക്കെ കൊണ്ടുപോകുന്ന ക്രുമാർക്കറെ പോലെ, PI കുര്യൻ സാറിനെ പോലെ, അല്പം കൂടെ കടത്തി പറഞ്ഞാൽ നമ്മുടെ KP കേശവമേനോനെ പോലെ ഒക്കെയുള്ള നമ്പർ 1 ഒരു എഴുത്തുകാരി സുജാതയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് അലൈനിൽ വെച്ചോ എറണാകുളത്ത് വെച്ചോ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ സ്വർഗമായ വ്യക്തിയെ ഈ ഉയരത്തിൽ കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇനിയും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി പുറത്തു കൊണ്ടുവരാനുള്ള കൃപയും പരിചയവും ഒക്കെ നൽകട്ടെ എന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. 3 കോടി ന്യൂറോൺ ഉള്ള ബ്രെയിനാണ് നമ്മുടെ എന്നൊക്കെ പറയുന്നു.
അതിന്റെ 20% ഐസക് ന്യൂട്ടൻ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊക്കെ അതിന്റെ പുറകിൽ നിന്ന് അധ്വാനിക്കാനായിട്ട് പ്രിയ സുജാതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ സാഹിത്യ വല്ലന്മാരുടെ കൂട്ടത്തിൽ? ഞാൻ ചിന്തിച്ചുപോയി. ഏതായാലും ലളിത സാഹിത്യത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തിയതിൽ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വാക്കുകൾക്ക് വിരാമം കുറിക്കണമല്ലോ. 102 ഇസങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചു കാണും. അതിൽ വലിയ ഇസങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിലൊന്നാണ് കമ്മ്യൂണിസം. അത് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിൽ എൻ്റെ അപ്പന്റെ അനുജനും വളരെ അടുത്ത് പരിചയമുള്ള ആളാണ് M.M. ലോറൻസ് സാറ്. കമ്മ്യൂണിസ്റ്റിന്റെ നേതാവായിരുന്നു. ഈ കമ്മ്യൂണിസത്തോട് എനിക്ക് പ്രത്യേക മമതയില്ല. കാരണം ഇവിടെ 86 രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആർക്കും ഒറ്റയ്ക്ക് നട്ടല്ലില്ല. നമ്മളൊക്കെ സഹായിച്ചെങ്കിലേ അവർക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഗതി. തമ്മിൽ ഒരു സഹായിച്ചെങ്കിലേ പറ്റൂ, അതാണ്. എന്നാൽ ഇസങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഒരു മാർഗദീപ്തി, വിശ്വദീപ്തി, ആപ്തദീപ്തിയായ അരുമനാഥൻ ചരിത്രത്തിൽ വന്നത്. ആ വസ്തുത തെളിയിക്കാൻ എൻ്റെ അമ്മ എന്ന 2 വാക്ക് ഉപയോഗിച്ച ബഹുമാന്യ സുജാത ആന്റി എന്ന് എനിക്ക് പറയാൻ ഒക്കുകയില്ല, എങ്കിലും ഞാൻ അങ്ങനെ പറയട്ടെ. എഴുത്തുകാരി എന്ന നിലയിൽ സുജാത ആന്റിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ധാരാളമായി സഹായിക്കട്ടെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ബൈബിളിൽ നിന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ ബൈബിളിന്റെ ബുക്ക് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി 5:1 ആ വാക്ക് സെഫറ എന്ന പദത്തിന്റെ സീപ്പർ എന്ന പദമാണ്. അത് 5:1 മലാക്കി അവസാനം 3:16 കാണുന്നത്. ബുക്ക് ഓഫ് ദ ജനറേഷൻ ഓഫ് ആഡം എന്ന് തുടങ്ങി ബുക്ക് ഓഫ് റിമംബറൻസ് എന്നാണ് പഴയ നിയമം വായിച്ച് അവസാനിക്കുന്നത്. പുതിയ നിയമത്തിലാണെങ്കിൽ അത് കുറെ കൂടെ മറ്റൊരർത്ഥത്തിൽ കാണുന്നു. നിങ്ങൾക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ബുക്ക് ഓഫ് ദ ജനറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ആരംഭിച്ച് ദ ബുക്ക് ഓഫ് ദിസ് പ്രൊഫസി എന്നാണ് ഈ ബുക്ക് അവസാനിക്കുന്നത്. 4 ഗ്രീക്ക് പദങ്ങളാണ് ബുക്കിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഗ്രീക്കിൽ കാണാൻ കഴിയുക. ഭാഷാ സ്വാധീനമുള്ള കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ KC ജോണൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഗ്രാമറിലേക്കും ഭാഷയിലേക്കും കിടക്കുന്നില്ല. 7111 ഭാഷയെ വടവൃക്ഷമായിട്ട് നിർത്തിയിരിക്കുകയാണ് ലോകം. ആ ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ഒന്നും പറയാൻ ഞാനുള്ള കെൽപ്പിനുള്ളതല്ല. എങ്കിലും ഈ ഹീബ്രുവിന് ഞാൻ ഒരു കൊച്ചു ഗ്രാമർ മലയാളത്തിൽ എഴുതുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ മലയാളികൾക്ക് അത് ഉപകാരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, സാധിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കൊച്ചു കാര്യത്തോടെ പറയാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു ചിന്ത എനിക്കുണ്ട്. മോശയാണ് ആദ്യം പുസ്തകം എഴുതുന്നതിന് വേണ്ടി ആജ്ഞ പ്രാപിച്ചത്. ഒടുവിൽ ആ ആജ്ഞ പ്രാപിക്കുന്നത് പത്മോസിൽ വെച്ചാണ്. മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് ചരിത്രത്തിൽ ആരും സഹായത്തിനില്ലാത്ത പത്മോസിൽ വെച്ച് എഴുതുക എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രോഗ്രാമാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രൈസ് ദി ലോർഡ്. മണിമാളികയിൽ ഇരുന്ന് എഴുതാൻ പറയുന്ന തിയറി അല്ല ബൈബിളിൻ്റെത്. മരുഭൂമിയിൽ വെച്ച് എഴുതാൻ പറഞ്ഞു. അവസാനം എഴുതാൻ പറയുന്നത് സമോസയിൽ നിന്ന് 55 കിലോമീറ്റർ ദൂരമുള്ള പത്മോസ് ദ്വീപിലാണ്. ഏതാണ്ട് 20 മൈൽ നീളവും 16 മൈൽ വീതിയാണ് എന്റെ ഓർമ്മ. ആ ഒറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് അവസാനം എഴുതാൻ പറയുമ്പോൾ ഒരു സത്യം ഇവിടെ വെളിവാകുന്നുണ്ട്. എങ്ങനെ അത് പുറത്തു വരും? പ്രൈസ് ദി ലോർഡ്. എഴുതാൻ പറഞ്ഞാൽ ആ പുസ്തകം എങ്ങനെ പുറത്തു വരും? ശരിക്കും ഒരു രാഷ്ട്രീയ തടവുകാരനായി കിടക്കുന്ന വലിയ വയോവൃദ്ധന്റെ രേഖ ലോക ചരിത്രത്തിൽ എങ്ങനെ പുറത്തു വരും? പുറത്തു വരാൻ അത് വലിയ പ്രയാസമാണ്. നമ്മുടെ ബ്രെയിനിനെ അളക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ അവിടെയുണ്ട്. ഇതുപോലെ ഒട്ടനവധി പ്രതിസന്ധികളുടെ കൂട്ടിൽ കിടന്ന സുജാതയുടെ തൂലിക തുമ്പിനകത്ത് സ്വർഗം കൊടുത്തിരിക്കുന്ന വരികൾ തികച്ചും 10,000ങ്ങളുടെ ഹൃദയത്തെ തുറക്കാൻ പറ്റിയ നല്ലൊരു ഗ്രന്ഥമാക്കി ദൈവം മാറ്റിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒലാൻ ഹെൻഡ്രിക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ അധ്യാപകന്റെ കീഴിൽ കുറച്ചു നാൾ പഠിക്കുകയുണ്ടായി. വായനക്കാരിൽ, ലോകത്തിലെ ഏറ്റവും വലിയ വായനക്കാരിൽ ഒരാളാണ് അദ്ദേഹം. വായനയുടെ സ്പീഡാണ് അദ്ദേഹത്തിന്റെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യം വളരെ ശക്തമായി ചിന്തിക്കേണ്ടതാണ്. ഒരു ദിവസം നിങ്ങൾ ഒരു വായനയ്ക്ക് സമയമെടുത്താൽ എത്ര സമയം വായിക്കുമെന്നാണ് ചോദ്യം 1. ഒരു മിനിറ്റിൽ എത്ര വാക്ക് വായിക്കുമെന്നാണ് 2ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ സുജാതയുടെ ബുക്ക് വായിച്ചു തീർക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ പോലെ കഠിന പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന കാര്യം കൂടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാധാരണ എന്ത് എഴുതിയാലും കഠിന പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊരു ചെറിയ ഒരു ചെറിയ ആക്ഷേപം എന്നെ കൊണ്ടുണ്ട്. ശരിയാണ് താനും. എന്നാൽ എന്നെ പോലെ ഒട്ടും കഠിന പദങ്ങൾ ഉപയോഗിക്കാത്ത തീരെ ലളിത പദങ്ങൾ ഉപയോഗിച്ച സുജാതയുടെ പുസ്തകം
ഒറ്റ ഇരിപ്പിൽ 15 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാവുന്ന അത്രയും വേഗത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ ദൈവം കൊടുത്ത വലിയ കഴിവിനെയും ഞാൻ ദൈവസന്നിധി സന്തോഷത്തോടെ അത് ഉയർത്തട്ടെ. കർത്താവ് ഇനിയും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതാൻ കൃപയാകട്ടെ. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാനും കൂടെ സമയം കണ്ടെത്തണം. അതിന് വേണ്ടേ? അതൊരു അത്യാവശ്യമല്ലേ? നമുക്ക് നല്ല ബുക്ക് തന്നിട്ടുണ്ട്. കർത്താവിന്റെ ലവ് ലെറ്റർ എന്നാ ഞാൻ അതിനെ പറയാറുള്ളത്. നല്ല ലവ് ലെറ്റർ ആണ്. അത് വായിക്കുന്നതോടും പ്രീതിയാണ്. ഞാൻ 8 മണിക്കൂർ മുതൽ 13 മണിക്കൂർ വരെ ഒരു ദിവസം വേദോസ്തത്തിന് മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ 8 മണിക്കൂർ മുതൽ 13 മണിക്കൂർ വരെ ഞാൻ ബൈബിളിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ 104 ദിവസം അടുപ്പിച്ച് 2.5 മണിക്കൂർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 104 ദിവസമായി ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ സന്തോഷമുള്ള ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ പുസ്തകം ധാരാളം പേർക്ക് പഠിപ്പിക്കാൻ തക്ക മറ്റനേക പുസ്തകങ്ങളുടെ തുടക്കമായി തീരട്ടെ. ധാരാളം ഗ്രന്ഥങ്ങൾ ആ നിലയിൽ പുറത്തു വരട്ടെ. ആയിരങ്ങൾ ആസ്വദിക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാരെ നന്നായി ആസ്വദിക്കണം, കോൺഗ്രസ്സുകാരും ആസ്വദിക്കണം, BJP-ക്കാരും ആസ്വദിക്കണം, എല്ലാവരും ആസ്വദിക്കണം. കാരണം എല്ലാവർക്കും അമ്മയുണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. എല്ലാവർക്കും അമ്മയുണ്ട്. അമ്മയിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തിയ ശക്തമായ തൂലിക ഇനിയും ചലിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് എന്റെ 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തും. സമയം കൃത്യമായിട്ട് പാലിക്കുന്ന ആളാണ് ഷിബു മുളങ്കാട്ടിൽ. കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, അരിച്ചു നോക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങൾ അടിക്കടി കേൾക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അറിയില്ല, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ ലൈക്ക് വെരി മച്ച്. അദ്ദേഹത്തെ ഉപയോഗിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. എഴുതാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ചു വെക്കാൻ ലോകത്തിലെ 196 രാജ്യങ്ങൾ ശ്രമിച്ചാലും 239 രാഷ്ട്രങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ശരിയെങ്കിൽ അവരാര് ശ്രമിച്ചാലും 102 ഇസങ്ങൾ ശ്രമിച്ചാലും ഒരു നിലയിലും എഴുത്ത് കർത്താവാണ് പറഞ്ഞതെങ്കിൽ ഒളിച്ചു വെക്കാൻ സാധ്യമല്ല, മറച്ചു വെക്കാൻ സാധ്യമല്ല. ആ ചങ്ങല പൊട്ടിയത് പുറത്തു വരുമെന്നുള്ളത് ഉറപ്പായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കാറ്. അതിന് വ്യക്തമായ തെളിവാണ് സുജാതയുടെ എന്റെ അമ്മ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഞാൻ അത്രയും പറഞ്ഞ് ഈ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സമയം കൃത്യമായിരിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന സുജാതയ്ക്കും ഫാമിലിക്കും, അതുപോലെ തന്നെ ഷിബു മുളങ്കാട്ടിൽ, അതുപോലെ തന്നെ മറ്റ് ശ്രോതാക്കൾ ഏവർക്കുമുള്ള പ്രത്യേക നന്ദി. കൃത്യമായി ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ചങ്കിൽ ഇൻപ്രിന്റ് ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. വളരെ നന്ദി പാസ്റ്റർ കെ.ഒ. തോമസ്. മാതിരി മലയാളത്തിൽ നിന്നും വിഭിന്നമായി ആശയവിനിമയം നടത്തുന്ന അപൂർവം ചില ദൈവദാസന്മാരിൽ ഒരാളാണ് പാസ്റ്റർ കെ.ഒ. തോമസ്. അദ്ദേഹത്തിന്റെ പരന്ന വായനയാണ് ഇത്തരമൊരു ആശയവിനിമയം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മാന്യ ദേവദാസൻ പാസ്റ്റർ കെ.ഒ. തോമസിന് ഞങ്ങളുടെ വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്ന് ആശംസാ പ്രസംഗമാണ്. എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ലിസ്റ്റ് 10 പേരുടെ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2 മിനിറ്റിൽ കൂടുതൽ ദയവായി ആരും സമയം വിനിയോഗിക്കരുത്. മാക്സിമം 2 minutes. PC ഗ്ലന്നി, പാസ്റ്റർ തോമസ് മാത്യു, പാസ്റ്റർ റോയി തോമസ്, ബ്രദർ ജോൺ ബോബൻ, സിസ്റ്റർ സിസി ജോൺ, പാസ്റ്റർ ടി ജേക്കബ്, പാസ്റ്റർ വർഗീസ് മാത്യു, പാസ്റ്റർ TL ഷാജി, പാസ്റ്റർ മനോജ് മാത്യു റാന്നി, ബ്രദർ ലോറൻസ് ബോബൻ. ആദ്യമായി മന്ന ന്യൂസ് ചീഫ് എഡിറ്റർ, പ്രമുഖ ക്രൈസ്തവ പത്രപ്രവർത്തകൻ ബ്രദർ PC ഗ്ലന്നിയെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രശസ്തരും പ്രഗത്ഭരുമായ ക്രൈസ്തവ എഴുത്തുകാരാൽ പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി എനിക്കും പങ്കുകൊള്ളുവാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. സുജാത സിസ്റ്റർ എഴുതിയിരിക്കുന്ന എൻ്റെ അമ്മ എവിടെ എന്നുള്ള ആ നല്ല മനോഹരമായ ബുക്ക് എനിക്കും വായിക്കുവാൻ കഴിഞ്ഞതാണ്. എനിക്കതിൽ വളരെ സന്തോഷം തോന്നി. ചേച്ചി ആ ബുക്ക് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഉടൻ തന്നെ ചേച്ചിയെ വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ പുസ്തകം അനേകം പേർക്ക് വായിക്കുവാൻ കഴിയണം. നമ്മുടെ വിശ്വാസികൾ മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഈ ലോകത്തിൽ മലയാളികൾ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്.
അതിൻ്റെ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾ വരുത്തണം. ജീവചരിത്രം മാത്രമല്ലാത്ത അനേകം പേരുടെ ആശയങ്ങൾ അനേകം പേർക്ക് അറിയിക്കുന്ന ആ നല്ലൊരു പുസ്തകം അനേകം പേരുടെ ജീവിതത്തിലെ വിടുതലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ബുക്ക് പ്രകാശനം ആദ്യമായി എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ, മന്നയിൽ വാർത്ത വന്നപ്പോൾ അനേകം പേരാണ് വിളിച്ചു ചോദിച്ചത്, ഈ സഖാവ് MM ലോറൻസിന്റെ മകൾ വിശ്വാസിയാണോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് വാർത്ത വന്നപ്പോഴും അനേകം പേർ വിളിച്ചിട്ട് ചോദിച്ചു, MM ലോറൻസിന്റെ മകൾ വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞു, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസിയാണ്. വളരെ സന്തോഷത്തോടെയാണ് അനേകം പേർ അത് കേൾക്കുന്നത്. അനേകം പേരുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബുക്ക്, ഈ എൻ്റെ അമ്മ എവിടെ എന്നുള്ള പുസ്തകം, മുൻപ് നമ്മുടെ KO തോമസ് പാസ്റ്റർ പറഞ്ഞതുപോലെ വളരെ വളരെ ലഘു, വളരെ എല്ലാവർക്കും വായിക്കത്തക്ക വിധത്തിൽ വളരെ നന്നായി അത് എഴുതിയിട്ടുണ്ട്. ഒരു നല്ല കഥയായി അത് ഈ ലോകത്തിൽ മലയാളികളുടെ ഇടയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. സഹോദരി ചെയ്യുന്ന സഹോദരിയുടെ അതിനുവേണ്ടി എടുത്ത ആ ആത്മാർത്ഥതയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബുക്ക് ഞാൻ സുധാ ചേച്ചിയോട് പറഞ്ഞത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല എല്ലാ ലൈബ്രറികളിലേക്കും ഈ ബുക്ക് നമുക്ക് അയച്ച് നൽകണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ബുക്ക് 2ാം പതിപ്പ് ഇറങ്ങിയപ്പോൾ അനേക ചിത്രങ്ങളുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം ഉള്ള ചിത്രം പോലും കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ബുക്ക് കാണുന്നത്. പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊപ്പം ഉള്ള ചിത്രങ്ങൾ കാണുമ്പോൾ സഹോദരിക്ക് നൽകിയിരിക്കുന്ന ഈ ശക്തമായ ഈ കഴിവുകളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ സന്തോഷിക്കുന്നു. മന്ന കുടുംബത്തിന്റെയും ഗ്ലോബൽ IPC ഗ്ലോബൽ ക്രിസ്ത്യൻ അസോസിയേഷന്റെയും ഗുഡ് ന്യൂസ് UAE ചാപ്റ്ററിന്റെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ PC ഗ്ലെന്നി. 2002 ഓഗസ്റ്റ് 16 സിസ്റ്റർ സുജാത ബോബൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത്. അലൈൻ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പാസ്റ്റർ GT ജേക്കബിന്റെ കൈകീഴിലാണ് സ്നാനമേറ്റത്. ഇന്ന് ആ സഭയുടെ അലൈൻ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ തോമസ് മാത്യുവിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമ ശൃംഖലയിൽ കൂടി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രത്യേകമായ ദൈവീയ ശുശ്രൂഷകളിൽ ഭാഗമാക്കാവുന്ന എല്ലാ അഭിഷിക്ത ദാസന്മാർക്കും പ്രിയ സഹോദരി സഹോദരന്മാർക്കും ദൈവജനത്തിനും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ ഈ പകൽക്കാലത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം മുൻപ് ഇവിടെ പ്രകാശനം നിർവഹിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യ പുസ്തകത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനുഷികമായുള്ള പരിഗണന വെച്ച് നോക്കുമ്പോൾ, സാമൂഹിക സാമുദായിക മണ്ഡലങ്ങളുള്ള പശ്ചാത്തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ലോക സാഹചര്യങ്ങളിൽ ഒരിക്കലും ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരു കുടുംബം ദൈവസന്നിധിയിലായിത്തീർന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നത് പോലെ, മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, ഇമ്പമാർന്ന ദൈവശബ്ദം കേൾപ്പിച്ചു, ആ ദൈവ ശബ്ദത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെടുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കി. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. ഈ പ്രിയപ്പെട്ടവരുടെ ആത്മീയ ശൈശവം മുതൽ അവരുടെ ആത്മീയ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ആത്മീയ പരിപോഷണത്തിലും മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു ദൈവിക കൂട്ടായ്മയാണ് അലൈൻ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഉദ്യാന നഗരം എന്നറിയപ്പെടുന്ന അലൈൻ പട്ടണത്തിൽ കേരളക്കരയിൽ നിന്നെത്തുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിലും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ സഭാ വേർതിരിവുകൾ കൂടാതെ അവസരമൊരുക്കുന്ന
അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക കൂട്ടായ്മയാണ് അലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ച്. കഴിഞ്ഞ 40-ൽ പരം വർഷമായിട്ട് ഈ ദേശത്ത് ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മുന്നേറുവാൻ ഈ ദൈവസഭയ്ക്ക് കർത്താവ് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയ കുടുംബത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രിയ മാതാവ് ഒഴികെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കുവാനുള്ള അവസരം ലഭിച്ചത് ഈ അലൈൻ പട്ടണത്തിൽ വെച്ച് ആയിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഫാമിലിയെ സംബന്ധിച്ചുള്ള അനേക വിവരങ്ങൾ എൻ്റെ മുൻപിൽ പ്രസംഗിച്ച പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ പദമൂന്നുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ, അവരുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കരുതലുകൾ, ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിച്ച എല്ലാവിധ നന്മകളും പലപ്പോഴും പലരും മൂടി വയ്ക്കുമ്പോൾ ആ ദൈവിക നന്മകളെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു അനുഭവ സാക്ഷ്യമായിട്ടും ഒരു പുസ്തകമായിട്ടും പ്രസിദ്ധീകരിക്കുവാൻ പ്രിയ സഹോദരി സുജാത ബോബന് ദൈവം കൊടുത്ത താല്പര്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശ്രമകരമായ ഈ ഉദ്യമത്തിന്റെ പിന്നിൽ പ്രിയ സഹോദരിയെ കൈത്താങ്ങിയ അനേക പ്രിയപ്പെട്ടവരുണ്ടെന്ന് നമുക്കറിയാം. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു പേരാണ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ കൊച്ചുമോൻ അന്തരിയാത്ത്. ഇതിന്റെ പിന്നിൽ കൈത്താങ്ങ് നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം കർത്താവിന്റെ വരവ് താമസിച്ചാൽ അനേകർക്ക്, അനേക ആത്മാക്കളുടെ വിടുതലിന് മുഖാന്തരമാകട്ടെ. അവാച്യമായ ദൈവശക്തിയുടെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് അനേകർക്ക് ഓടിയെടുക്കുവാൻ, ദൈവിക കൽപ്പനകൾക്ക് വേണ്ടി, ദൈവഹിതപ്രകാരം ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ അനേകർക്ക് ഈ പുസ്തകം ഒരു വഴികാട്ടിയായി തീരട്ടെ. എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം ഈ കുടുംബത്തിൽ ഇനിയും ദൈവകൃപ അനുഭവിച്ചിട്ടാത്ത പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിൽ ഒരവസരം ഒരുക്കിയ ഇതിന്റെ എല്ലാ സംഘാടകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ തോമസ് മാത്യു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർമ്മേൽ പെന്റക്കോസ്റ്റൽ ചർച്ച് UK പാസ്റ്റർ റോയ് തോമസ്, പ്രിയപ്പെട്ട പാസ്റ്റർ റോയ് തോമസിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രിയ സിസ്റ്റർ സുജാത ബോബന്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ വരച്ചു കാട്ടിയിരിക്കുന്ന എൻ്റെ അമ്മ എവിടെ എന്ന ഈ മനോഹരമായ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ നിങ്ങളോട് ഒരുമിച്ച് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതിൽ ഞാനും വളരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും വാത്സല്യ കർത്തദാസിയെ പരിചയപ്പെടുന്നതിന് മുൻപ് ഒരുമിച്ച് ഔദ്യോഗിക മേഖലയിൽ ദുബായിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യുവാനുള്ള ഒരു ഓഫീസിൽ ജോലി ചെയ്യുവാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ ഒരുപാട് പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ദുബായിൽ ദേര സിറ്റി സെന്റർ പ്രോജക്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത സമയത്താണ് പ്രിയ ദേവദാസിയെയും പ്രിയ ബോബൻ ചേട്ടനെയും പരിചയപ്പെടാനായിട്ട് ദൈവം അവസരം ഒരുക്കിയത്. അന്ന് ഒരാത്മീയ കൂട്ടായ്മയിൽ താൻ പങ്കെടുക്കുന്ന അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ചില നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത സമയത്ത് തീക്ഷ്ണമായ ചില പ്രയാസങ്ങളിലൂടെ പ്രിയ ദേവദാസി കടന്നുപോയ ഒരു സമയം പ്രാർത്ഥിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതായ ഒരു ദിനം ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ ഉൾപ്പെട്ട് നിന്ന IPC പ്രയർ സെന്റർ ദുബായ്, എൻ്റെ സഹോദരൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു ആണ് അവിടെ ശുശ്രൂഷിച്ചിരുന്നത്. കർത്താവിന്റെ ദാസനെ കൂട്ടി ഞങ്ങൾ ഭവനത്തിൽ കടന്നു പോവുകയും കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും മീറ്റിംഗിലേക്ക്, ഞങ്ങളുടെ ആരാധനയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി UAE-യിൽ അവർ കടന്നു വന്ന് സംബന്ധിക്കുന്ന അവരുടെ ആദ്യത്തെ കൂട്ടായ്മകൾ ഞാൻ അവരെ ആ മീറ്റിംഗിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. ഒരു മുഖാന്തരമാക്കി ദൈവം ഉപയോഗിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾ മാത്രമേ അവർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അലൈനിലേക്ക് കടന്നു പോവുകയും അവിടെയുള്ള ദൈവസഭയിലും കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ചില നാളുകൾ കൂടെ 2003 വരെ ഞാൻ UAE-യിൽ പലയിടങ്ങളിൽ അബുദാബിയിലും മറ്റുമായിട്ട് പിന്നീട് ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ദൈവനാമത്തിന് വേണ്ടി വേർതിരിക്കുന്നതും
ശക്തിയോടെ അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതും മനസ്സിലാക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകി. 2003 ഞാൻ അവിടെ നിന്ന് ഈ രാജ്യത്ത് UK കടന്നു വന്നു. എങ്കിലും പല സമയത്തും കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ചില നാളുകൾക്ക് മുൻപ് വീണ്ടും സ്നേഹബന്ധങ്ങളെ പുതുക്കുവാൻ ദൈവം അവസരം നൽകി. ദൈവമക്കളെ, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കെല്ലാം പോകുന്നില്ല. സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ മനോഹരമായ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവിന്റെ ദാസി എന്നെ ക്ഷണിക്കുകയുണ്ടായി. അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രിയ ദാസിയോടും കുടുംബത്തോടും അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ ബുക്ക് ഒറ്റ ഇരിപ്പിൽ ഇവിടെ ഇരുന്ന് ദേവദാസന്മാർ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് കഴിഞ്ഞ ദിവസം അത് ഓൺലൈനിൽ അയച്ചു തന്നപ്പോൾ ഒറ്റ ഇരിപ്പിലിരുന്ന് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും അത് വായിച്ചു തീർപ്പാൻ ഇടയായി തീർന്നു. വളരെ ഹൃദ്യമായി ഇവിടെ PRBB പാസ്റ്റർ KC1 പാസ്റ്ററൊക്കെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം തരുന്ന, അനേകരെ കർത്താവിലേക്ക് നയിപ്പാൻ, കർത്താവിനെ അനേകർക്ക് കണ്ടുമുട്ടുവാൻ പര്യാപ്തമാകുന്ന കാമ്പുള്ള ചില അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി പ്രിയ ദൈവദാസിയെ കർത്താവ് ഒരുക്കിയല്ലോ. കുടുംബമായി ദൈവം സഹായിക്കട്ടെ. ഇനിയും ആ തൂലികയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട കൃതികൾ ഉണ്ടാകട്ടെ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളതും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭ കർമ്മേൽ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെയും എല്ലാ ആശംസകളും ഭാവുകങ്ങളും പ്രിയ ദൈവദാസിക്കും കുടുംബത്തിനും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ലോർഡ്. Thank you, Pastor Roy Thomas. Felicitation by Brother John Bowen, Manila, Philippines, son of Sister Sujata Bowen. Over to John Bowen. Hi, everybody. I'm going to be speaking in English. So, yeah. So where is my mother? My mother is actually listening to me right now. So, anyway, greetings to all the pastors out there. As many of you would have already known me in my younger age. And I thank God for giving her the wisdom and knowledge to write this book. This book is actually an actual facts of everything that has happened in her life. Majority of the time when I read it, it's like giving me flashbacks of the past. And it shows all those beautiful testimonies of experiences with Jesus. And people, how they were seeking medical attention to cure something instead of actually finding the actual spiritual problems, especially with my grandmother. I have seen this firsthand right in front of me, and this is also an opportunity for people to learn from. That not everything is medically treated. There is a spiritual world out there, and Jesus is actually the answer to many things around there. And people are actually trying to fight it with medical treatments. And the first thing that we have to do is actually treat the root cause. Once treated the root cause, then the rest, it's like an apple. It's like an apple, a basket full of apples. If you put a rotten apple into it, it will spoil the rest of the apples. So we have to take that rotten apple and throw it away. And this book also shows our lives as a family. As of today, my present life, our life is all blessed. We are successful. I think a lot of this actually is because of mom's prayers. Definitely mom's prayers. I'm probably alive because of my mom's prayers. And everything in our lives are being arranged. Success is being arranged. I really think once we submit ourselves to Jesus, he will arrange the path, right? That's the way I see it. He will arrange like what we read in Proverbs 16:3, right? Commit to the Lord, and whatever you do, he will
establish his plans or your plans. And what I understand from that is you surrender to Jesus, and Jesus will lay down step by step. Sometimes in life, our plans are our plans, and it's not Jesus's plans. And I see how beautiful. Sometimes I think, what if we were all still in India? Probably what happened to my grandmother would have actually happened to my mom. And it was all God's plan, how they brought her from India to Abu Dhabi, where now she actually gets saved and becomes born again. And eventually the whole family gets saved. Her kids get saved. This is all a beautiful work, all put in this one book. So it's really beautiful. And until to be saved. So we are teaching our kids now. You know, sometimes as parents, we try to teach our kids instead of correcting ourselves. I think the number one thing that we have to do, I think the book teaches us this also, is that we got to correct ourselves. And it is actually a fight. It's a big fight. God versus evil. I mean, there is still a huge fight, and we are all part of this big fight. No matter what, until today, there are going to be circumstances that's going to come, and the book shows it. I mean, it was just not because my mom was saved, everything was okay. No, it keeps. There are challenges that's coming over and over and over, and we are always trying to fight it, and we need His help. That's the only way we are able to fight. There are certain problems in life we cannot understand, we cannot deal with. And so far, by God's grace, our family is blessed, and our kids are blessed, and we're just growing. We're just growing step by step, and still trying to be the better version of us than the version that we were yesterday. And by all this, I would really like to congratulate my mom for this book, and let many people learn from this. And let this be a blessing to a lot of people who are going to be reading this book. A lot of people who are in certain chapters of their life, they don't know how to attack it, how to deal with it. This book is really a good example and something to learn from. God bless you all. Thank you. Thank you, Brother John Bowman. Kochi Faith City Church Channel. സിസ്റ്റർ സിസി ജോണിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സിസ്റ്റർ സിസി ജോൺ. പ്രൈസ് ദി ലോർഡ്. സുജാത എന്നോട് ഇംഗ്ലീഷിൽ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആശംസ ഇംഗ്ലീഷിൽ പറയാൻ തക്കണം താല്പര്യപ്പെടുന്നു. I was overwhelmed when I learned that Sujata's second book, that is the revised version of the book, Enta Amma Evide, has come up. It's very fascinating to know that she magnified, she wrote as such all what she had undergone during her all past years. It's amazing to know how God worked in her life. People who are agonists and people who are atheists, they have given their hearts and they have given their life to Jesus Christ, and now they are going after working for the Great Commission. So I know that this book will be an inspiration to open the hearts of many for the truth, open the eyes of many towards heaven, and also making the hands of many to write testimonies. Praise the Lord. I thank my dear friend Sujata for giving me a chance to say a few words. I know 3 of their sons, John, Lawrence, and Thomas, from their very young age. John and his wife, Isa, they took baptism in 2012. And while me and my husband, Pastor Babu John, while we were there in their house in Alliance, she had shown so many photographs.
and we are praising Jesus together for that. Praise God. And I have learned from Sujata that always they attend a church enthusiastically in Manila, and they always encourage people to go to church. They take people with them to church. And during these COVID time, during this lockdown, they always enhance others to go to church or to attend the online meetings. Praise God for all that. And I also learned that John and his wife, they both try their best to teach them to memorize the verses. And I know that the kids, they know how to say by heart Psalm 23 and Psalm 91. Praise God. So I congratulate them, I appreciate them, and I pray that they will be an example to many. Praise God. At the same time, Lawrence and his wife, Harry, they are attending Santos in California. They are very active in the church. And once I learned that with a 3-day-old kid, not 3 months, 3-day-old kid, they went to the church. And I'm sure that the eagerness and the love which they show towards the worship, praise Lord, that will be a blessing for them. The legacy which they are leaving behind, that's great. And I know that legacy has come from Sujata and Brother Bobby. Praise God. And also Thomas, he is in Sydney, he's not with us. And I have learned that every time when he's going for a long trip or when he's having some common issues, he used to call over the phone and he wants his mother to pray for him. Anyway, the time, the top time, the prime time, and the priority time, if we give for Bible study, if we give for supplication and prayer, God will honor that and God will give in return. I'm very sure about it. So I just want to conclude my words by appreciating John for the involvement and for the inspiration behind this book, which will be a comfort for many. I conclude my words with this. Praise God. Thank you, Sister Sissy John. എറണാകുളം വൈറ്റില അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെയ്ത്ത് സെന്റർ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ടി ജേക്കബിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണേ പാസ്റ്റർ ടി ജേക്കബ്, അൺമ്യൂട്ട് ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷാമുഖരിതമായ ഈ പുസ്തക പ്രകാശന വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സർവശക്തനായ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ആദരണീയനും ബഹുമാന്യനുമായ കർത്തൃദാസൻ റവൻ കെ.സി. ജോൺ അവർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഫെയ്ത്ത് സിറ്റി ചർച്ചിന്റെ സീനിയർ പാസ്റ്ററും എൻ്റെ വളരെ അടുത്ത സ്നേഹിതനുമായ പാസ്റ്റർ പി.ആർ. ബേബിയുടെ ആമുഖ പ്രസംഗങ്ങൾ എൻ്റെ സഹപാഠിയും സഹപ്രവർത്തകനുമായ പാസ്റ്റർ കെ.ഒ. തോമസ് അവർ ഈ വേദിയിലുള്ളത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മറ്റ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ശുഭു മുള്ളങ്കാട്ടിലിനെ എനിക്കറിയാം, എന്നെ അത്ര പരിചയമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എനിവേ, ഒരുമിച്ചായിരിക്കാൻ ദൈവം നല്ല അവസരങ്ങൾക്കായി നന്ദി. 2002 സുജാത ബോബൻ ദമ്പതികളെ പരിചയപ്പെടുന്നതിനും വിശേഷാൽ അവരുടെ വീട്ടിൽ പാർക്കുന്നതിനും ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകി. അവരെ സ്നാനപ്പെടുത്തുവാനുള്ള അവസരം ദൈവം ഒരുക്കി. അന്നു മുതൽ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകമായ ബന്ധത്തിൽ തുടരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഈ പുസ്തകത്തെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാനും ഒറ്റ ഇരിപ്പിൽ ആ പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് പ്രകാശനം നടക്കുകയാണല്ലോ, 3rd എഡിഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഞാൻ സുജാത സിസ്റ്ററുമായിട്ട് സംസാരിച്ച് അതിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ആശുപത്രി നടത്തിയിട്ടുണ്ട്. പ്രൗഢ ഗംഭീരമായ ഈ എഴുത്ത് അനേകരെ സ്വാധീനിക്കും എന്നുള്ളതിന് 2 പക്ഷമില്ല. കർത്താവിന് സ്തോത്രം. എനിക്കറിയാം, അത്ര അനുകൂല പശ്ചാത്തലത്തിൽ ഇരുന്ന അല്ല സുജാത സിസ്റ്റർ ഈ പുസ്തകം അനുഭവങ്ങൾ കുറിച്ചത്. ഒരുപക്ഷെ യൗസേ പൊട്ടക്കെട്ടിൽ കിടന്നതുപോലെയുള്ള ഒരു ഒറ്റപ്പെട്ട ഏകാന്തതയുടെ ആ അനുഭവത്തിൽ നിന്ന് തൻ്റെ ജീവിത ഗന്ധിയായി അനുഭവങ്ങൾ പങ്കുവെച്ച ഈ പുസ്തകം നിരീശ്വരവാദിത്വത്തിനും കൂടാതെ പ്രത്യയശാസ്ത്രങ്ങളുടെ
ജയാപജയങ്ങൾ, പരാജയങ്ങൾ തുറന്നു കാണിക്കുന്ന ഈ പുസ്തകം അനേകരെ സ്വാധീനിക്കുമെന്നതിന് രണ്ട് പക്ഷമില്ല. ഒരു കാര്യം നമുക്ക് ഇനി ചെയ്യുവാനുള്ളത്, സ്തോത്രം, ഒരുപക്ഷെ എനിക്കറിയാം ഈ ലോറൻസ് സാറിന്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന ആ വ്യക്തിത്വത്തോട് ആദ്യമായി ഒരു പുസ്തകം പിടിച്ച വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ ഒരു വ്യക്തി ഞാനായിരിക്കുമോ സംശയിക്കുന്നു. ഒരു 18 വർഷങ്ങൾക്ക് അപ്പുറത്ത് കടന്നുപോയി സുവിശേഷം പറയുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു പദം ഇന്നും അദ്ദേഹം പറയും, ഞാൻ വിശ്വാസിയല്ല, ഞാൻ പറഞ്ഞു അതൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ പിതാവിന് ഒരു സമ്മാനമായി പുസ്തകം കൊടുക്കുന്നെങ്കിൽ ഇതൊരു വെല്ലുവിളി കൂടിയാണ്. ആ വെല്ലുവിളി 92-ാം വയസ്സിൽ അദ്ദേഹം ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കൊരു ദൗത്യം ചെയ്യാൻ കഴിയും, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എഴുതുവാൻ ഉള്ളത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ അംഗങ്ങളും ഉത്തരവാദിത്വത്തോടെ ആ വിഷയമൊന്ന് പ്രാർത്ഥനയ്ക്കായി നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഈ പ്രായാധിക്യത്തിൽ ഈ ദാനമായ സമ്മാനമായ മകളുടെ സമ്മാനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്ന ആ സർവശക്തനായ യേശുവിലൂടെയുള്ള വിടുതൽ അനുഭവിച്ച് നിത്യരാജ്യത്തിന്റെ അവകാശിയായി മാറുന്ന ഒരു വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കും. ഈ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സുജാത സിസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ലളിതമായ ഭാഷ, ഒറ്റ ഇരിപ്പിൽ ഒരു നോവൽ വായിക്കുന്ന പോലെ വായിച്ച് അവസാനിപ്പിച്ച് എഴുന്നേൽക്കാൻ കഴിയത്തക്ക ലളിത ഭാഷയിൽ എഴുതിയ പ്രിയ സിസ്റ്ററുടെ കയ്യിൽ തൂലികയിൽ നിന്ന് ഇനിയും അനേക പുസ്തകങ്ങൾ, ഈടുറ്റ അതേ സ്തോത്രം, ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതേ സുജാത സിസ്റ്ററുടെ കുടുംബ അംഗങ്ങൾ, സഹോദരങ്ങൾ, പിതാവ്, ആ കുടുംബത്തോട് അനുഭവിച്ച ബന്ധങ്ങളെ വിശ്വാസ കണ്ണുകളാൽ ദൈവമക്കളായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഏവർക്കും അതേ പ്രചോദനം നൽകിക്കൊണ്ട് എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് പ്രാർത്ഥനയിൽ ഓർക്കാമെന്നുള്ള വാഗ്ദാനത്തോടെ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ സുജാതയുടെ സ്നാന ശുശ്രൂഷ നടത്തിയ വ്യക്തി എന്ന നിലയിൽ പാസ്റ്റർ ടി ജേക്കബിന്റെ വാക്കുകൾ വളരെ ആത്മപ്രചോദനവും വളരെ തുടർന്നുള്ള യാത്രയ്ക്ക് കരുത്ത് പകരുന്നതുമാണ്. വളരെ നന്ദി പാസ്റ്റർ ടി ജേക്കബ്. തുടർന്ന് ആശംസാ പ്രസംഗം നടത്തുവാൻ ഫെയ്ത്ത് ജനറേഷൻ ചർച്ചിന്റെ ശുശ്രൂഷകൻ പാസ്റ്റർ വർഗീസ് മാത്യുവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ വർഗീസ് മാത്യു. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നത് എറണാകുളം ഹോളി സിറ്റി ചർച്ചിന്റെ പാസ്റ്റർ ടി എൽ ഷാജി. പാസ്റ്റർ ടി എൽ ഷാജി. വളരെ അനുഗ്രഹീതമായ ഈ മുഹൂർത്തത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുജാത ചേച്ചി എഴുതിയ എൻ്റെ അമ്മ എവിടെ എന്ന ഗ്രന്ഥം ഇവിടെ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഒറ്റയിരിപ്പിൽ തന്നെ ഇരുന്ന് വായിച്ചു തീർക്കുവാൻ എനിക്കും സാധിച്ചു. ചരിത്രപരമെന്നോ വിജ്ഞാനപ്രദമെന്നോ വിശേഷിപ്പിക്കാതെ ജീവിതാനുഭവത്തിലൂടെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ കണ്ടെത്തിയ ഒരു മനോഹരമായ ഗ്രന്ഥം. ആ സ്നേഹം ഉടനീളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള വലിയ പരിശ്രമം ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ധാരാളം ദൈവദാസന്മാർ ഓർപ്പിച്ചു അതിന്റെ ഭാഷാ ശൈലിയെക്കുറിച്ച്. ആ ഭാഷാ ശൈലി വളരെ ലളിതമായിരിക്കുമ്പോൾ തന്നെ വായനക്കാര് വീണ്ടും വീണ്ടും തുടർമാനമായി വായിക്കുവാനായിട്ട് പ്രചോദനം നൽകുന്ന ഭാഷാ ശൈലി ഉപയോഗിക്കപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും എന്താ പറയാ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിന്റെ നാമകരണമായിരുന്നു. എൻ്റെ അമ്മ എവിടെ എന്ന തലക്കെട്ട് അന്വേഷണാത്മകമായി ഒരു വ്യക്തിയെ ഈ പുസ്തകത്തിലേക്ക് അടുപ്പിക്കും. എന്താണ് ഈ നാമകരണം ഇങ്ങനെ വരാൻ കാരണം, എന്താണ് ഈ പുസ്തകത്തിന്റെ നാമകരണത്തിന്റെ ഉള്ളടക്കം
എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുസ്തകത്തിലേക്ക് അനുവാചകരെ ആനയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വ്യക്തിപരമായി ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഈ അമ്മ ജീവിച്ചിരുന്ന വീട്ടിൽ, എൻ്റെ അമ്മ ഇവിടെ എന്ന ആ തലക്കെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അമ്മ ജീവിച്ചിരുന്ന വീട്ടിൽ ഏകദേശം 2 വർഷത്തോളം ഞങ്ങൾക്ക് കുടുംബമായി പാർക്കാൻ ദൈവം അവസരം നൽകി എന്നുള്ളത് തന്നെയാണ്. അവിടെ പാർക്കുക മാത്രമല്ല, ആ സമയത്ത് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും കുറിച്ച് വളരെ എനിക്കതിനകത്ത് അതിശോക്തി ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നത് സത്യസന്ധമായി ഗ്രന്ഥം രചിച്ചിരിക്കുന്നു എന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു. കാരണം കാര്യങ്ങളൊക്കെ അതിന്റെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ രചനയിൽ അതിശോക്തി രേഖപ്പെടുത്തിയിട്ടില്ല. സത്യസന്ധമായി ഈ പുസ്തകം പ്രിയ സുജാത ചേച്ചി രചിച്ചിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഈ പുസ്തകം ശാപത്തിൽ കഴിയുന്ന അനേകര് യേശുക്രിസ്തുവിലേക്ക് ആനയിക്കട്ടെ, അനേകർക്ക് ഈ പുസ്തകം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബവും എറണാകുളത്തുള്ള ഹോളി സിറ്റി റിവൈവൽ ചർച്ചിന്റെ എല്ലാവിധമായ ആശംസകളും നന്മകളും നേരുന്നു. ഇനിയും ധാരാളം പുസ്തകങ്ങൾ രചിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നന്ദി പാസ്റ്റർ ടി.എൽ. ഷാജി. എന്റെ അമ്മ എവിടെ എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിക്കുന്നത് പാസ്റ്റർ മനോജ് മാത്യു റാമിയാണ്. പ്രിയപ്പെട്ട പാസ്റ്റർ മനോജ് മാത്യുവിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. Greetings to you all in the precious name of our Lord and Savior Jesus Christ. It is indeed a great honor and a privilege, and I'm very thankful for being offered a chance like this to say a few words of felicitation in this audience. Unfortunately, I could not be here at the start and I could not see the main part of the program, but I'm happy to be here and in the midst of so many servants of God and children of God, especially Sujata auntie, who gave me a chance to translate her book. It gives me more than that joy. As much as that I have that joy, I also have the joy of sharing the stage with my brother. Actually, he's my brother-in-law, but actually I consider him as my brother, Brother Shibu Mullankatil, who's leading this meeting. Greetings to you all. When I was first asked to translate this book, the title really struck me. It actually struck me in a negative way. I was like, what a title this is. It's a very odd title. But then, she was introduced to me, Sujata auntie, who is very dear to me now. She was introduced to me by Brother Shibu Mullankatil, and I was asked to do this work, and I was very happy. And let me also tell you at the onset that this is the first time I have translated many books, but this is the first time that I have been asked to felicitate in a book release. So that also gives me added joy. The first thing I want to say about Sujata auntie and me, the connection, the relationship grew stronger because both of us are similarly qualified. So I noted that, immediately I noted that. And the second thing is, first she started calling me as pastor, then she started calling me as brother. I was rather not amused by that, but later I understood the reason for that. We have grown to be related like brother and sister. Anyway, I don't want to waste a lot of time on what I think about her. The book is really, as many people said, very delicate details in the most simplistic form ever. As my brother just now told, we are still working on the English version. The final touches are being made. Each time she talks to me, she makes it very clear that the translation should be as simple as possible. And she's a very down-to-earth person, and just like the person just before me said, she doesn't allow even an inch of exaggeration. Even in her case, she used to tell me, brother, that's not what I want to convey. I want to convey about Jesus. I don't want to convey about myself or my family. If I want to write about my family, I could write a lot. Anyway, what I'm coming to is, she wanted me to tone down my language. She also has the heart of an evangelist. We had a lot of talks in between, spiritual talks about this. Each time she used to talk to me,
as a pure evangelist. As a pastor, I used to get ashamed of myself after speaking to her. Why I'm saying this is, I want her children and her grandchildren who are here, they must listen to this. I hope you're listening to this. You're doing a fantastic job. I've gone through all the places where the book mentions about you. I've asked in detail to her about you. It's very fascinating that you are finding the Jesus that she did not get to find when she was a child. And I wanted to let you know that she wants her children and her grandchildren to be blessed in the way that she could not be blessed. I just now heard that her grandchildren sang a beautiful song in this place, in this meeting. I just want to tell you, kids, you're doing a fantastic job. You know, there's a verse in the Bible, Psalms 45. It ends with verse 16. It says, God wants the children to take the place of their fathers. So if your children want to take the place of your fathers, you must step in the ways that they stepped. I pray that the release of this book will be a blessing to thousands, 10,000s. And as this book is going to come out in 2 languages, in the international language also, I feel that this book will impact many more people than it would have if it had not been translated into English. So I would like to conclude my words here by giving you all the thanks and all the praise belongs to God. Thank you for giving me this opportunity, not only to translate, but to come here and say a few words of felicitation. I wish you all the best. I wish that many more books come out of the pen of dear Sujata Aunty. May God bless you all. Thank you. God bless. എന്റെ അമ്മ എവിടെ എന്നുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പൂർത്തീകരിക്കുന്നതിലൂടെ ലോകമെങ്ങുമുള്ള ആയിരക്കണക്കിന് വായനക്കാരുടെ പക്കൽ ഈ പുസ്തകം ലഭ്യമാകും എന്ന ശുഭപ്രതീക്ഷയോടെ തുടർന്നുള്ള കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നെക്സ്റ്റ് ഫെലിസിറ്റേഷൻ ബൈ ബ്രദർ ലോറൻസ് ഫ്രം കാലിഫോർണിയ, സൺ ഓഫ് സിസ്റ്റർ സുജാത. Over to Lawrence. Hi, good morning. I just want to say I am blessed, humbled, and thankful for this opportunity to be sitting in front of all of you. I'd like to congratulate my mom for publishing this book, Where's My Mother? It's an emotional, truthful, factual, and beautiful book based on her spiritual journey and her story. I'd like to thank the publishers. I'd like to thank the translators, media, and everybody who made this book happen. Thank you all. I'd like to thank Jesus Christ for helping my mother publish this book. At the same time, giving her clarity through Holy Spirit to write what is exactly flowing through her heart, what she wanted exactly to be outputted in that book. And therefore, I really thank the Lord and the man up there. Lastly, I'm not going to take all your time. I'm just going to be very short. I'd like to say that, a big thank you to my mother for sharing her story to the world and impacting the world in a special way by using our family as an example so that we can be a blessing and a light shining through us to others. That's all. Thank you. Thank you, Lawrence. നമ്മൾ ഈ സമ്മേളനത്തിന്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ പുസ്തകത്തെ ഒറ്റ വാക്കിൽ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് യേശുവിന്റെ കയ്യൊപ്പുള്ള പുസ്തകം. തീർച്ചയായും ഇതിലെ അക്ഷരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ യേശുവിലേക്ക് നയിക്കപ്പെടും. എന്റെ അമ്മ എവിടെ എന്ന പുസ്തകം അനേകരുടെ ഹൃദയ കണ്ണുകളെ തുറപ്പിക്കും. നിരീശ്വരവാദത്തിൽ നിന്നും യുക്തിവാദത്തിൽ നിന്നും ജീവദായകനായ സമാധാനദായകനായ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഗന്ധമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് എല്ലാ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുന്നു. തുടർന്ന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ പുസ്തകത്തിന്റെ രചയിതാവ് സിസ്റ്റർ സുജാത ബോബനെ ആദരവോടെ ക്ഷണിക്കുന്നു. Please unmute.
അൺമ്യൂട്ട് ചെയ്യണേ. Praise the Lord. കേൾക്കാമല്ലേ? Praise the Lord. കർത്താവിൽ ആശ്രയിച്ച് നന്ദി രേഖപ്പെടുത്തുക എന്ന ദൗത്യത്തിലേക്ക് കടക്കുന്നു. സർവശക്തനായ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളെ കുടുംബമായി രക്ഷിച്ചു വഴി നടത്തിയ വിധങ്ങളാണല്ലോ എൻ്റെ അമ്മ എവിടെ എന്ന ഈ ചെറിയ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം. ആദ്യമായി അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന എറണാകുളം ഫെയ്ത്ത് സിറ്റി ചർച്ച് സീനിയർ പാസ്റ്റർ PR ബേബിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഒറ്റ ഇരിപ്പിൽ ഈ പുസ്തകം വായിച്ചു തീർക്കാമെന്ന ഒരു പ്രവചനം പോലെ അവതാരികയിൽ പാസ്റ്റർ കുറിച്ചിട്ടുണ്ട്. ഈ ബുക്ക് ഇതുവരെ വായിച്ചവരിൽ നിന്നെല്ലാം കിട്ടുന്ന ഫീഡ്ബാക്കും അത് തന്നെയാണ്. അടുത്ത അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഒറ്റ ഇരിപ്പിൽ പുസ്തകം വായിച്ചു തീർത്തു എന്ന് പലരും ഇതോടകം അറിയിച്ചിട്ടുണ്ട്. പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും ഈ സമയം ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി പവർ വിഷൻ TV ചെയർമാൻ പാസ്റ്റർ KC ജോണിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ അലയനിൽ വന്നപ്പോൾ മാത്രമാണ് നേരിട്ട് കണ്ടിട്ടുള്ളതെങ്കിലും വിവിധ മാധ്യമങ്ങളിലൂടെ പ്രിയ പാസ്റ്ററിന് സുപരിചിതനാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ അമ്മ എവിടെ എന്ന ഈ ചെറുപുസ്തകം പ്രകാശനം ചെയ്യുവാൻ പാസ്റ്റർ കാണിച്ച സന്മനസ്സിനായി നന്ദി പറയുന്നു. ഒരു കൺവെൻഷൻ പ്രാസംഗികനും ബൈബിൾ കോളേജ് ടീച്ചറും ആയ പാസ്റ്റർ KF തോമസിന് ഈ തിരക്കുള്ള വേദപഠന ക്ലാസ്സുകളിലെ പ്രിപ്പറേഷൻ ടൈമിലാണ് ഈ പുസ്തകം കൊടുക്കുവാനും ഒരു രാത്രിയും പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനായുമായി വായിച്ചു തീർത്തു എന്ന് മാത്രമല്ല ഉടനെ ഒരു ഗ്രന്ഥാസ്വാദനം എഴുതി അയച്ചു തരുവാനും ഇടയായി. ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്ന നല്ലൊരു മെസ്സേജ് തന്നതിനായി പ്രിയ പാസ്റ്ററോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി അബുദാബിയിലുള്ള ആപ്കോൺ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PM സാമുവലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ വീണ്ടും കാണുമെന്ന് അന്ന് കരുതിയിരുന്നില്ല. പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി മന്ന മാഗസിൻ ചീഫ് എഡിറ്റർ ബ്രദർ ഗ്ലെനിയോടുള്ള നന്ദി അറിയിക്കുന്നു. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഈ പുസ്തകം എഴുതുന്ന സമയത്ത് തന്ന പ്രോത്സാഹനവും നിർദ്ദേശങ്ങളുമൊക്കെ ആദ്യമായൊരു പുസ്തകം എഴുതുന്ന എനിക്ക് വിലപ്പെട്ടതായിരുന്നു. പ്രിയ ബ്രദറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ അലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ പ്രിയപ്പെട്ട പാസ്റ്റർ തോമസ് മാത്യുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. പുസ്തകം എഴുതുവാൻ പാസ്റ്ററും കുടുംബവും തന്ന എല്ലാ സപ്പോർട്ടിനും സഹകരണങ്ങൾക്കുമായി നന്ദി പറയുന്നു. അടുത്തതായി പാസ്റ്റർ റോയ് തോമസ് നീണ്ട 18 വർഷങ്ങൾക്ക് മുൻപ് ദുബായിൽ ഒരുമിച്ച് ജോലി ചെയ്യുക വഴി പരിചയപ്പെടുന്ന ആദ്യത്തെ പെന്തക്കോസ്തുകാരനാണ്. ഞങ്ങളുടെ മാനസാന്തരത്തിന്റെ ആദ്യ നാളുകളിൽ തന്റെ ബ്രദർ രാജുപാസ്റ്റർ ശുശ്രൂഷിച്ചിരുന്ന ദുബായ് IPC ചർച്ചിൽ ആരാധനയ്ക്ക് ക്ഷണിച്ചതും മനസ്സില്ലാ മനസ്സോടെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു കൂട്ടായ്മ കൂടിയത് ഞാൻ ഓർക്കുന്നു. പിന്നത്തതിൽ ഞങ്ങളുടെ സ്നാനം കാണുവാൻ കർത്താവ് അവസരം നൽകി. ഇന്ന് UK-യിൽ ജോലി രാജിവെച്ച് ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്ന റോയ് പാസ്റ്ററെ കുടുംബമായി നന്ദി അറിയിക്കുന്നു. സിസി ആൻറ്റി ഫെയ്ത്ത് സിറ്റി ചർച്ച് അസിസ്റ്റന്റ് പാസ്റ്റർ ബാബു ജോൺ പാസ്റ്ററിന്റെ വൈഫ് കർത്താവിന്റെ കൃപയാൽ സദാ പുഞ്ചിരിക്കുന്ന ആന്റിയുമായി നല്ലൊരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്റെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിന് നല്ല എൻകറേജിങ് വേർഡ്സ് മക്കളോട് അറിയിച്ചതിനും പ്രിയ ആന്റിയോട് നന്ദി പറയുന്നു. അടുത്തതായി പാസ്റ്റർ TT ജേക്കബ് 18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കുടുംബമായി അലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പുസ്തകം ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കുകയും ചില കറക്ഷൻസ് പറഞ്ഞു തരികയും ചെയ്തു. പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ വർഗീസ് മാത്യുവിന് വരുവാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. അടുത്തതായി പാസ്റ്റർ TL ഷാജി എൻ്റെ അമ്മ എവിടെ എന്ന ഈ കൊച്ചു പുസ്തകം ഒറ്റയിരുപ്പിൽ വായിച്ചു തീർത്ത ശേഷം അയച്ച ഓഡിയോ ക്ലിപ്പ് വളരെ പ്രോത്സാഹിപ്പിക്കുന്നതും അംഗീകാരം തരുന്നതുമായിരുന്നു. പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. പാസ്റ്റർ മനോജ് മാത്യു ഈ ബുക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്നലെ തീരുവാൻ ഇടയായത് പാസ്റ്റർ മനോജിന്റെ ഹാർഡ് വർക്ക് മൂലമാണ്. തന്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കിടയിൽ സമയം ക്രമീകരിച്ച് ചെയ്ത നല്ല പ്രവൃത്തിക്കായി പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. അടുത്തതായി പാസ്റ്റർ KS ജേക്കബ് അലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ആദ്യകാല ശുശ്രൂഷന്മാരിൽ ഒരാളായിരുന്ന പാസ്റ്റർ ഇന്നും സ്നേഹത്തോടെ സഹകരിക്കുന്നു. പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ബ്രദർ ഷിബു മുള്ളങ്കാട്ടിൽ ഈ പുസ്തകം വെളിച്ചം കാണുവാൻ അണിയറയിൽ പ്രവർത്തിച്ച വ്യക്തി. ഒരു ക്രിസ്തീയ എഴുത്തുകാരനായ ബ്രദറിനെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും
ഇന്ന് ഈ മീറ്റിംഗ് ഇത്രയ്ക്ക് അനുഗ്രഹപ്രദവും വിജയകരവുമാക്കുന്നതിന്റെ പുറകിൽ ചരട് വലിച്ച മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന പ്രിയ ബ്രദറിനോടുള്ള നന്ദി സംശയം അറിയിക്കുന്നു. ബ്രദർ കൊച്ചുമോൻ, ഈ പുസ്തകം ഇത്ര മനോഹരമായി പുറത്തിറങ്ങുവാൻ കർത്താവ് ഉപയോഗിച്ച വ്യക്തി. ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്ന, അവസാനത്തെ ചാപ്റ്റർ ഇല്ലാതിരുന്ന ബുക്കാണ് ആദ്യത്തെ പതിപ്പ്. അനുഭവ സമ്പത്തുണ്ടെന്നും ഈ ഫോട്ടോ ഒക്കെ എൻ്റെ കൈവശമുണ്ടെന്നും ഞാൻ പോലും അറിയാതിരിക്കെ ഈ ചെറിയ പുസ്തകത്തിലൂടെ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുവാൻ തക്കവിധം എഴുതുവാൻ പ്രേരിപ്പിക്കുകയും ഞാൻ പല പ്രാവശ്യം എഴുത്ത് മാറ്റിവെച്ചെങ്കിലും ബ്രദറിന്റെ ക്ഷമയോടുള്ള അപ്രോച്ച് പിന്നത്തേതിൽ പുസ്തകത്തിന്റെ നല്ലൊരു പരിസമാപ്തിയിലെത്താൻ ഇടയായി. ആദ്യ പതിപ്പ് എൻ്റെ അമ്മ എന്ന അധ്യായത്തിലൂടെ ഒരു ക്രാഷ് ലാൻഡിംഗ് വായനക്കാർക്ക് കൊടുത്തപ്പോൾ പരിഷ്കരിച്ച പതിപ്പ് എൻ്റെ വീണ്ടെടുപ്പുകാരനിലൂടെ ഒരു സേഫ് ലാൻഡിംഗ് വായനക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഈ പുസ്തകം പ്രകാരം പുറത്തിറക്കുവാൻ ചിലവാക്കിയ സമയത്തിനും സന്മനസ്സിനും പ്രിയ കൊച്ചുമോൻ ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി മീഡിയാസിനോടുള്ള നന്ദി അറിയിക്കട്ടെ. പൊതുജനത്തിന് ലഭ്യമായാൽ മാത്രമേ പുസ്തകം എഴുതുന്നതുകൊണ്ട് ഫലം കാണുകയുള്ളൂ എന്നറിഞ്ഞ് വളരെ ആത്മാർത്ഥതയോടെ ടെലികാസ്റ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും മറ്റെല്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത ഗുഡ് ന്യൂസ്, മന്ന ന്യൂസ്, ഓഡിയോ ഡെസ്ക്, ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മീഡിയ എന്നിവയുടെ ഭാരവാഹികളുടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സൂം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഓഡിയോ ഡെസ്ക് പ്രൊഡക്ഷൻ ലീഡ് ചെയ്യുന്ന ബ്രദർ ഫിനി ജോൺസണോടുള്ള നന്ദി പറയുന്നു. നീണ്ട 18 വർഷങ്ങളായി ഞങ്ങൾ ആരാധിച്ചു പോരുന്ന അലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചിലെ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണമാണ് ഞങ്ങളെ ആത്മീയത്തിൽ ഇത്രയും വളർത്തിയത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിച്ചതും. പ്രൂഫ് റീഡിംഗ്, ഫോട്ടോസ്, ബുക്ക് മേക്കിംഗ് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചവരുള്ള നന്ദി അറിയിക്കുന്നു. പല സഹോദരി സഹോദരന്മാർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോകുന്നുള്ള ഭയത്തിൽ ആരുടെയും പേര് പറയുന്നില്ല. പ്രിയ അലിയാൻറ്റിയെ ഓർത്ത് നന്ദി പറയുന്നു. എറണാകുളം ഫേസ് സിറ്റി ചർച്ച് തന്ന എല്ലാ സപ്പോർട്ടിനുമായി നന്ദി പറയുന്നു. എൻ്റെ അമ്മയെ ചെല്ലാനം, ആ ബുക്കിലെ ഫ്രണ്ട് പേജ് കവർ പേജിൽ കാണുന്ന ചെല്ലാനം ബീച്ചിലെ സ്നാനപ്പെടുത്തിയത് PRB പാസ്റ്ററാണ്. അതിനായി നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ്സ് പലരും മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഞാൻ പേര് പലരുടെയും വീഡിയോ ഓപ്പൺ അല്ലാത്തതുകൊണ്ടും വിട്ടുപോകുന്നുള്ള ഭയത്താലും പേര് പറയുന്നില്ല. എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ കുടുംബത്തോടും മക്കളോടും ഈ സമയം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എൻ്റെ ഹസ്ബൻഡിന്റെ പ്രോത്സാഹനവും സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ്. ഞാൻ നന്ദി പറയുന്നു. ബുക്ക് എഴുതുവാൻ ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ആദ്യത്തെ മകൻ ജോൺ ആണ്. ജോണിനോടും ഫാമിലിയോടും, ലോറൻസിനോടും ഫാമിലിയോടും, തോമസിനോടും, പ്രത്യേകിച്ച് ഇന്നിവിടെ പാട്ടുപാടിയ ഞങ്ങളുടെ കൊച്ചുമക്കളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിന്റെ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ ആത്മീയ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് കുടുംബത്തിൽ വന്ന് ഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ച യേശുക്രിസ്തു തരുന്ന സ്വസ്ഥതയും സമാധാനവുമാണല്ലോ. ഇതെല്ലാം എഴുതുവാൻ അപ്പച്ചൻ അനുകൂലമായി നിന്നത് അപ്പച്ചനോടുള്ള നന്ദിയായി ഓർക്കുന്നു. സഭാഭേദമില്ലാതെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ തോമസ് ഉടിച്ചായനെയും കുടുംബത്തെയും ഇവിടെ മീറ്റിംഗിൽ കാണുന്നു. എലിയാസ് പാസ്റ്ററേയും കുടുംബം വീഡിയോ ഓപ്പൺ അല്ലെങ്കിലും പ്രസന്റ് ആണെന്ന് കാണുന്നു. പ്രത്യേകം കർത്താവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിൽ ഞാൻ വിരമിക്കുന്നു. സിസ്റ്റർ സുജാത ഇവിടെ ഓർമ്മിച്ചതുപോലെ തന്റെ ജീവിത വഴികളിൽ ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഹസ്ബൻഡ് പ്രിയപ്പെട്ട ബ്രദർ ബോബൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേക വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ ഈ മാന്യ കുടുംബത്തിന് വേണ്ടി തുടർന്നും എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർ ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ, അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് വെളിച്ചം പകരുവാൻ ഈ മാന്യ കുടുംബത്തെ ദൈവം തുടർന്നും ഉപയോഗിക്കട്ടെ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തുടർന്ന് അലൈൻ IPCയുടെ സീനിയർ ശുശ്രൂഷകനും അനുഗ്രഹീത ദൈവദാസനുമായ മാസ്റ്റർ KS ജേക്കബ് ഈ സമ്മേളനം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. മാന്യ ദേവദാസനെ ക്ഷണിക്കുന്നു. മാസ്റ്റർ KS ജേക്കബ്.
കർത്താവിന്റെ അതിപരിശുദ്ധ പരതാട്ട കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ പരതാട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, പ്രിയ ബോബനും സുജാതയും അവരുടെ 3 കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ നിൽക്കുന്നത് കാണാനും അവരുടെ സാക്ഷ്യം കേൾക്കാനും കർത്താവ് എനിക്ക് ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യകാലം മുതലുള്ള എനിക്കറിയാവുന്നത് കൊണ്ട് ആ കുടുംബത്തിനായി ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയിൽ സ്വർഗമൊരുക്കിയതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മഹാകാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ സ്വർഗപിതാവാം ദൈവമേ, ഈ ശ്രേഷ്ഠപേരതായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവെ, അനുഗ്രഹീതമായ ഒരു പുസ്തകം, എന്റെ അമ്മ എവിടെ എന്നുള്ളതായ പുസ്തകത്തിന്റെ കർത്താവ് റീപബ്ലിക്കേഷൻ ചെയ്യാൻ തക്കൊണ്ട് അത് കർത്താവ് ഒരുക്കിയതായിട്ടുള്ള മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവെ, ഈ പ്രത്യേകമായ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തിട്ട് ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരെ നീ അതിനുവേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം. ഈ സൂം കർത്താവ് പ്ലാറ്റ്ഫോമില് അവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ചിങ്ങനെ ആയിരിക്കാൻ നീ ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, സ്വർഗപിതാവെ, ഈ പുസ്തകത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഇത് വായിക്കുന്നവർക്കൊക്കെ രക്ഷകനെ കണ്ടെത്തുവാൻ അത് മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വെളിച്ചമായി, അനേകര് കർത്താവിനെ കണ്ടെത്തുവാൻ ഇത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് അടിയങ്ങളത്തിനോട് അപേക്ഷിക്കട്ടെ. തുടർന്ന് വരാൻ പോകുന്ന ഇംഗ്ലീഷ് പബ്ലിക്കേഷനും അത് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് അടിയങ്ങളത്തിനോട് അപേക്ഷിക്കട്ടെ. കർത്താവെ, സ്വർഗത്തിലപ്പച്ച കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ പേരുപേരായി കുടുംബങ്ങളായിട്ട് അനുഗ്രഹിച്ചാട്ട് ഇത് വായിക്കുന്നവർക്ക് എല്ലാവരും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ, പ്രത്യാല് ഹല്ലേലൂയ സ്തോത്രം. പ്രത്യാല് സുജാത സിസ്റ്റർ കുടുംബത്തെ നിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, മക്കളെ ഏൽപ്പിക്കുന്നു, കൊച്ചുമക്കളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും നീ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചാട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ നിന്റെ കാര്യങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ അപേക്ഷിക്കുന്നു പിതാവേ, കൃപയോട് കേട്ടുത്തരം പറഞ്ഞുമാറാകണമേ. ആമേൻ. പുത്രപുത്ര പരിശുദ്ധാത്മാവാത്രിയേക ദൈവത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പ്രത്യാല് ഈ പുസ്തകങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ